അവരോടൊപ്പം കൈകോർത്ത് ചേർന്ന് നിന്ന് 37 വർഷത്തോളം വളരെ സ്തുത്യർഹമായ രീതിയിൽ സേവനം പൂർത്തിയാക്കിയാണ് സഖാവ് ബെന്നി കെ വർഗീസേട്ടൻ വിരമിക്കുന്നത്. ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫറായി വന്നതിന് ശേഷം 2002 ലോക്കോ പൈലറ്റ് ഷണ്ടറായി പ്രൊമോഷൻ നേടുകയും അതും എറണാകുളത്ത് തന്നെ. അതിനുശേഷം LP ഗുഡ്സായിട്ട് 2003 ഈ എറണാകുളം മാഷിംഗ് യാർഡും LP പാസറായി 2010 എറണാകുളത്ത് തന്നെയും 2020 LP M ആയി എറണാകുളത്ത് തന്നെയും അദ്ദേഹത്തിന് പ്രൊമോഷൻ നേടുവാനുള്ള ഒരു വളരെ അസുലഭമായ സന്ദർഭം ഉണ്ടായി. കാരണം മറ്റു പലർക്കും പല പ്രൊമോഷനും നേടുമ്പോഴും തിരുവനന്തപുരം ഡിവിഷനിൽ തന്നെ മറ്റു ഡിപ്പോകളിലേക്കൊക്കെ ട്രാൻസ്ഫർ പോവുകയും ചുരുങ്ങിയ കാലമെങ്കിലും അവിടെയൊക്കെ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെങ്കിൽ സഖാവ് ബെന്നി കെ വർഗീസേട്ടന് ഇവിടെ തന്നെ എല്ലാ പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഈ കാലയളവിലൊക്കെ ഈ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സംഘടന എന്ന നിലയിൽ തിരുവനന്തപുരം ഡിവിഷനിലെ ബഹുഭൂരിപക്ഷം വരുന്ന സഖാക്കളെയും തൊഴിലാളികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നടത്തിയ പോരാട്ടങ്ങളിലൊക്കെ സഖാവ് ബെന്നി കെ വർഗീസേട്ടൻ ഒരു പോരാളിയായി, ഒരു നിശബ്ദ പോരാളിയായി നമ്മോടൊപ്പം എന്നും ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായി അധികാരികൾക്കെതിരെ ഉയരുന്ന ഓരോ കൈകളെയും അവർ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ അതിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ശിക്ഷാവിധികൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, കൊല്ലം ഡിപ്പോ അടച്ചുപൂട്ടി അവിടെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തപ്പോൾ കൊല്ലം ഡിപ്പോയിൽ നിന്ന് മാത്രമല്ല എറണാകുളം തിരുവനന്തപുരം ഡിവിഷനിലെ ആകമാനമുള്ള തൊഴിലാളികളും ഒറ്റക്കെട്ടായി അതിനെതിരെ പോരാടുകയും അതിന്റെ ഫലമായി സഖാവ് ബെന്നി കെ വർഗീസേട്ടൻ അതിൽ പങ്കെടുക്കുകയും ഇൻക്രിമെന്റുകൾ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. തീർച്ചയായും നമുക്കറിയാം, ഏതെങ്കിലും ഒരു പ്രദേശത്തെ മറ്റുള്ള തൊഴിലാളികൾക്കാണ് അതിന്റെ ഗുണമോ ദോഷമോ എങ്കിൽ കൂടി അത് നമ്മളെല്ലാം ബാധിക്കുന്ന ഒന്നാണെന്ന് തിരിച്ചറിയുന്ന ഒരു കൂട്ടുത്തരവാദിത്വം നമ്മളുടെ സഖാക്കളിൽ ഉണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ള മറ്റ് നിരവധി സഖാക്കൾക്കും അത്തരം കാര്യങ്ങൾ പ്രക്ഷോഭങ്ങളൊക്കെ ശിക്ഷാവിധി ഏറ്റുവാങ്ങേണ്ടി വന്നു. അതേപോലെ COM ലീഗിനെതിരെ ഉണ്ടായ സമരം അതിലും പങ്കെടുത്ത് ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം സർവീസ് പൂർത്തിയാക്കിയിരിക്കുന്നത്. മറ്റു പല സമരങ്ങളിലൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ 37 വർഷത്തെ സർവീസ് ജീവിതം പൂർത്തിയാക്കി വിരമിക്കുന്ന സഖാവ് ബെന്നി കെ വർഗീസിനെ ഉചിതമായ യാത്രയയപ്പ് നൽകുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന ഈ യോഗത്തിലേക്ക് സഖാവ് ബെന്നി കെ വർഗീസിനെ സ്നേഹപൂർവ്വം ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സഖാവിനെ പൊക്ക നൽകി സ്വീകരിക്കുന്നതിനായി PT രഘുവിനെ ക്ഷണിക്കും. മാലയിട്ട് സ്വീകരിക്കുന്ന സഖാവ് P സതീഷ്. ബെന്നിച്ചേട്ടന്റെ സഹധർമ്മിണി ഷീന P വർഗീസിനെ സ്വീകരിക്കുന്നതിനായി DJ ഗോരന്തീഷ്. ഒരു ലോക്കോ പൈലറ്റിന്റെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും വളരെ പ്രതിസന്ധികളാണ്. മറ്റു ജീവനക്കാർക്ക് ലഭിക്കുന്ന കൃത്യമായ ഒരു സമയക്രമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ എപ്പോഴും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മളുടെ കുടുംബത്തിലെ ഏറ്റവും നെടുന്തൂണായ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്നതാണ്. ഷീന ചേച്ചി SBI പെരുമ്പാവൂർ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുകയാണ്. ജോലിയോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ച് തൻ്റെ കുട്ടികളെയും ഒക്കെ നോക്കുന്നതിലെ വളരെ മികച്ച പങ്ക് വഹിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. ഷീന ചേച്ചിയെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ബെന്നിച്ചേട്ടന്റെ മകൾ സാന്ദ്ര ബെന്നി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുകയാണ്. ഈ യോഗത്തിലേക്ക് സാന്ദ്ര ബെന്നിയെ സ്വാഗതം ചെയ്യുന്നു. സാന്ദ്ര ബെന്നിക്ക് സ്വീകരണം നൽകുന്നതിനായി അശ്വതി ബാലൻ. സാന്ദ്രയുടെ ഹസ്ബൻഡ് അഖിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായി സഖാവ് ജിപ്സനെ ക്ഷണിക്കുന്നു. മകൻ ജുവൽ ബെന്നി ബാംഗ്ലൂർ ഒറാക്കിളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സംഘടനയുടെ തിരുവനന്തപുരം ഡിവിഷൻ സെക്രട്ടറി സഖാവ് ബി പി ഗഗാറിനാണ്. സഖാവ് ബി പി ഗഗാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സംഘടനയുടെ ഡിവിഷണൽ പ്രസിഡന്റ് സഖാവ് എൻ ഗിരീഷ് കുമാർ, സംഘടനയുടെ സോണൽ വൈസ് പ്രസിഡന്റ് സഖാവ് പി കെ ഹരീഷ്, സോണൽ കമ്മിറ്റി അംഗം സഖാവ് പി ഗോപകുമാർ, സംഘടനയുടെ മുതിർന്ന നേതാവ് സഖാവ് സി ഡി രാജു, മറ്റു പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംഘടനയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവരെ, സംഘടനയുടെ ഭാരവാഹിത്വം വഹിക്കുന്നവരെ, മറ്റു ബ്രാഞ്ചുകളിലുള്ളവരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിവിഷണൽ സെക്രട്ടറി ബി വി ഗഗാറിനെ ക്ഷണിച്ചോളൂ. അധ്യക്ഷൻ അദ്ദേഹം ക്ഷമിക്കുക, പോകാൻ അല്പം തിരക്കുള്ളത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്നത്തെ മുഖ്യാതിഥിയായിട്ടുള്ള ബെന്നി കെ വർഗീസ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഷീന പി വർഗീസ്, മകൾ സന്ദ്ര ബെന്നി, മരുമകൻ അഖിൽ, മകൻ ജുവൽ ബെന്നി, LRSയുടെ സോണൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഗോപകുമാർ, പി കെ ഹരീഷ്, മുതിർന്ന നേതാക്കളെ, അതുപോലെ തന്നെ പെൻഷനേഴ്സ് സെല്ലിൻ്റെ ജോസഫ് സാർ, ഈ യാത്രയപ്പ് ചടങ്ങിനായിട്ട് എത്തിച്ചേർന്ന പ്രിയമുള്ള സഹപ്രവർത്തകരെ, സീനിയർ നേതാക്കൾ, CDI രാജ്യീകരിക്കുന്ന ഒരു വേദിയിൽ ഒരു പ്രസംഗം നടത്തുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ആദ്യ പ്രസംഗമാണ്. ഒരു മനുഷ്യായുസിൽ നമ്മൾ വിവിധങ്ങളായ വേഷങ്ങൾ കെട്ടിയാടാറുണ്ട്. നമുക്ക് അവശ്യ സാധനങ്ങൾ വേണ്ടിടത്തെത്തിക്കുക, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും സുരക്ഷിതമായി യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക തുടങ്ങിയ മഹത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേയുടെ സാരഥിയായി 37 വർഷം ജോലി ചെയ്തിട്ട് ബെന്നി കെ വർഗീസ് എന്ന നമ്മുടെ ബെന്നിച്ചേട്ടൻ കഴിഞ്ഞ അനിവാര്യമായ പണിയിറങ്ങൽ മാർച്ച് 31 പൂർത്തിയാക്കിയിരിക്കുകയാണ്. ബെന്നിച്ചേട്ടനെ സാധാരണ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ സർവീസ് കാലയളവിൽ നമ്മളോട് ഏകത രീതിയിൽ സഹകരിച്ചു എന്നുള്ള നല്ല വശങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പക്ഷെ എനിക്ക് ഞാൻ ബെന്നിച്ചേട്ടനുമായിട്ട് അധികം വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ സംഘടനാ രംഗത്താണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ മുഖം ഞാൻ കണ്ട് പരിചയിച്ചിട്ടുള്ളത്. വളരെ സൗമ്യനും മിതഭാഷിയുമായ ഒരാളാണ് ബെന്നി കെ വർഗീസ്. അതുപോലെ തന്നെ സംഘടനാ രംഗത്ത് ഞാൻ 1997 ആണ് സർവീസൊക്കെ ആയിരുന്നത്. അന്ന് മദ്രാസ് ബീച്ചിൽ നിന്ന് തുടങ്ങുന്ന ഒരു വണ്ടി അതിന്റെ ലക്ഷ്യസ്ഥാനമായ ജോളാർപേട്ട എത്തുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി സമയം. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ സ്റ്റേഷനും ചിലപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ വിരൽ പൊക്കി 4, 5 എന്നൊക്കെ കാണിക്കും. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇത്രയും വണ്ടികൾ കടന്നു പോകാനുണ്ട്, അത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുള്ളൂ എന്നുമാണ്. അപ്പോൾ 14, 15, 16 അപ്പം അന്ന് സർവീസ് കയറുമ്പോൾ നമുക്ക് അറിയത്തില്ല ഇത്ര മണിക്കൂറാണ് ജോലി സമയം എന്നുള്ളതിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല. സംഘടനാ രംഗത്തൊക്കെ പിച്ച വെച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് 2001 തിരുവനന്തപുരം ഡിവിഷൻ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ വണ്ടി വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ലോക്കൽ പൈലറ്റ് വാച്ച് നോക്കും. സിഗ്നൽ ഇട്ടിരിക്കുന്ന ഒരു സ്റ്റേഷനിൽ എത്തുമ്പോൾ പറയും നമ്മുടെ പണി അവസാനിച്ചിരിക്കുന്നു, ഇനി ആ കട്ടയൊക്കെ എടുത്ത് വെക്ക്, ഞാൻ എല്ലാം കൺട്രോൾ ചെയ്യാം, PSM ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇതെന്താണ് 14, 15, 16 മണിക്കൂർ വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് 10 മണിക്കൂർ മാത്രം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ജോലി അവസാനിച്ചു എന്ന് പറയാനുള്ള ഒരു സാഹചര്യം എന്താണ് എന്ന ചിന്ത, അതാണ് ALRS എന്ന സംഘടനയുടെ തിരുവനന്തപുരം ഡിവിഷനിലെ കരുത്ത്. ALRS എന്ന സംഘടനയെ തിരുവനന്തപുരം ഡിവിഷനിൽ നേരിട്ട് നയിച്ച കൽമണി സാർ, KS മണി സാർ, റോളിച്ചേട്ടൻ തുടങ്ങിയവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ആ സമരത്തിന്റെ അവർ നയിച്ച സമരത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ബെന്നിച്ചേട്ടൻ എന്നുള്ളത് അങ്ങേയറ്റം ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. അവർ വെട്ടിത്തന്ന പാതയിലൂടെ നടക്കുക എന്നുള്ള കർമ്മം മാത്രമേ ഞങ്ങൾക്കുള്ളായിരുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത. ഞാൻ ഒരുപാട് നീണ്ട ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തുന്നില്ല.
മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ ജോലി എങ്ങനെ ഒരു കുടുംബത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ റേഷൻ കാർഡിൽ ഔദ്യോഗികമായിട്ട് നമ്മൾ ഗൃഹനാഥനാണെങ്കിലും ലോക്കോ പൈലറ്റുമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൽ അതിഥികളാണ്. അതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഗുഡ്സ് പീരീഡിൽ നമ്മുടെ ഡ്യൂട്ടിക്ക് പോയാൽ എന്ന് തിരിച്ചു വരും എന്നുള്ളത് യാതൊരു ഒരു ഉറപ്പുമില്ല എപ്പോ വരുമെന്ന്. അപ്പോൾ മക്കളും ഭാര്യയും എല്ലാം ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും. നാദാദി വരും കാലച്ച കേൾക്കുവാൻ എന്ന് പറയുന്നത് പോലെ ആ കാത്തിരിപ്പ് എപ്പോ അവസാനിക്കുമെന്നോ എപ്പോ വരുമെന്നോ, വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വണ്ടിക്ക് വേണ്ട പ്രിപ്പറേഷൻ ഉറങ്ങുന്നു പോകുന്നു. ഇതാണ് ഒരു ലോക്കോ പൈലറ്റിന്റെ ജീവിതം. സമൂഹ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഇനി നമുക്ക് തോന്നുന്നു ബെന്നിച്ചേട്ടന് തന്റെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെട്ട ബാക്കിയായ സാമൂഹിക ജീവിതത്തെ തിരിച്ചു പിടിക്കുവാൻ ഇനിയുള്ള കാലം അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ നമ്മൾ ലോക്കോ പൈലറ്റ് ജീവിതത്തിൽ നമ്മുടെ സംഘടനാപരമായി നമുക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ മാർച്ച് മാസം 31-ാം തീയതി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയ ആ സംഖ്യയേക്കാൾ വിലമതിപ്പുള്ള കുറെ ഇടയടുപ്പമുള്ള ബന്ധങ്ങൾ നമുക്ക് ഈ സംഘടനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കരുതുന്നു അദ്ദേഹം അതിനായിരിക്കും കൂടുതൽ വിലമതിക്കുന്നതെന്ന്. ആ ബന്ധങ്ങൾ അത്ര പെട്ടെന്ന് പൊട്ടിച്ചെറിയാൻ കഴിയുന്ന ഒന്നല്ല. നമ്മുടെ വരുംകാല സംഘടനാ പ്രവർത്തനം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച പ്രക്ഷോഭത്തിന്റെ വിളവെടുപ്പ്, അതായത് ഏതാണ്ട് 800ഓളം 18,000-ഓളം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ നിയമനം നടപടികൾ, അതിന്റെ അവർക്ക് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ജൂലൈ മാസത്തിൽ അവർ വരും. അതോടുകൂടി നമ്മുടെ കുറേയൊക്കെ പ്രതിസന്ധികൾ അല്ലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പണിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി അതിനുള്ള ആ വഴിവെട്ടുന്നത് അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ബെന്നിച്ചേട്ടൻ പടിയിറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം, ഓരോ ലോക്കോ പൈലറ്റിന്റെയും കുടുംബം എന്ന് പറയുന്നത് നിരവധി ത്യാഗങ്ങളും സഹനങ്ങളും സഹിച്ച കുടുംബമാണ്. അതുകൊണ്ട് ആ കുടുംബാംഗങ്ങൾക്ക് ഞാൻ ഡിവിഷൻ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഞാൻ എന്റെ കൂടുതൽ നീട്ടുന്നില്ല. ആരോഗ്യപൂർണവും സന്തോഷപ്രദവുമായ ഒരു വിശ്രമ ജീവിതം അദ്ദേഹത്തിന് ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ പെൻഷനേഴ്സ് സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. കേവലം എല്ലാവർക്കും പെൻഷൻ കിട്ടുക എന്നുള്ള ഒരു കർത്തവ്യത്തിലുപരി വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ജോസഫ് ഏട്ടന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും റെയിൽവേയിലെ നമ്മുടെ ഒരു കാറ്റഗറി എല്ലാവരും മോശക്കാരല്ല, അറിവിട്ടവരാണെന്നെല്ലാം പറഞ്ഞു. എന്നാലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു എംപ്ലോയി മരിച്ചു പോയാൽ തികച്ചും പകച്ചു പോകുന്ന കുറേയധികം കുടുംബങ്ങൾ, വളരെയേറെ കുടുംബങ്ങളുണ്ട്. എന്ത് വേണം, നമുക്ക് റെയിൽവേയിൽ നിന്ന് എന്തൊക്കെ കിട്ടാനുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ ആനുകൂല്യങ്ങൾ, അത് കൃത്യമായിട്ട് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തികച്ചും അജ്ഞരായ വളരെയധികം ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അവരെ ചേർത്ത് പിടിക്കുവാനും അവർക്ക് അങ്ങോട്ട് സഹായഹസ്തം നീട്ടുവാനും അവർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിച്ചു കൊടുക്കാനും, അത് ലോക്കോ പൈലറ്റ് ആണെങ്കിലും അല്ലെങ്കിലും റെയിൽവേയിലെ ഇതര കാറ്റഗറി ആണെങ്കിൽ പോലും പെൻഷനേഴ്സിൽ നടത്തുന്ന പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾക്കൊപ്പം ബെന്നിച്ചേട്ടൻ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി ഈ ബെന്നിച്ചേട്ടനും കുടുംബത്തിനും ബെന്നിച്ചേട്ടൻ ആരോഗ്യപൂർണ്ണവും സന്തോഷപ്രദവുമായ ഒരു വിശ്രമ ജീവിതം ഉണ്ടാവട്ടെ. കുടുംബത്തോടൊപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മാറ്റിവെക്കപ്പെട്ട എല്ലാ സാമൂഹിക ബന്ധങ്ങളെയും വിളക്കി ചേർക്കാൻ, മെച്ചപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഓരോരുത്തരെയും ALRC ഡിവിഷൻ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ യാത്രയപ്പ് യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊള്ളും. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുകയും സംഘടനയുടെ ഡിവിഷണൽ സെക്രട്ടറിയുമായ VV ഗഗാറിൻ, സോണൽ നേതാവ് PK ഹരീഷ്, V ഗോപകുമാർ, അതുപോലെ തന്നെ സംഘടനയുടെ ഉന്നത നേതാക്കളായ CD രാജു സാർ, PK അശോകൻ, മറ്റ് നേതാക്കന്മാരെ, അണികളെ, എനിക്ക് 1989 ഈറോഡാണ് ആദ്യമായി ALP ആയിട്ട് ജോയിൻ ചെയ്തത്. അതുപോലെ തന്നെ 89 ജോയിൻ ചെയ്ത് 91 പാലക്കാടേക്ക് പോരുകയും 93 ഷൊർണൂർ വരികയും അവിടെ നിന്ന് 97 ട്രിവാൻഡ്രം ഡിവിഷനിലേക്ക് വരികയും ചെയ്തു. അന്നു മുതൽ ഞാൻ അദ്ദേഹത്തിനെ കാണുന്നുണ്ട്, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. വളരെ മന്ദസ്മിതവും വളരെ മാന്യമായ പെരുമാറ്റവുമാണ് അദ്ദേഹത്തിൻ്റെ. ALRC എന്ന സംഘടനയുടെ
എല്ലാ സമരങ്ങളിലും അദ്ദേഹം നിശബ്ദ പോരാളിയാണ്. ചിലപ്പോഴൊക്കെ നല്ല ഒന്നാം തരം വീറുറ്റ പോരാളിയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ സമരത്തിലും പങ്കെടുക്കുകയും ഒരുപാട് പണിഷ്മെന്റുകളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അന്നത്തെ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ റിട്ടയർമെന്റ് ഫംഗ്ഷനാണ് ഈ വേദിയിൽ ഇറങ്ങിയിരുന്നത്. ഇന്നത്തെ ഈ വിശിഷ്ട വ്യക്തി ബെന്നി കെ വർഗീസ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഷീന, മകൾ സാന്ദ്ര, മരുമകൻ അഖിൽ, മകൻ ജുവൽ ബെന്നി, അതുപോലെ തന്നെ ഈ പരിപാടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ സ്നേഹാദരവും ഉജ്ജ്വലവും ഒരു ഉത്സവച്ചായമാക്കി മാറ്റുന്ന റിട്ടയർ ഹാൻഡ്സ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ തന്നെ മറ്റ് യൂണിയനിൽ പ്രവർത്തിക്കുന്നവർ, ഓഫീസ് സ്റ്റാഫ്, CLI, CCRC, മറ്റ് ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെ ഇവിടെ എത്തിച്ചേർക്കുന്ന മറ്റ് പ്രിയങ്കരായവര്. ബെന്നി കെ വർഗീസ് മികച്ച പോരാളി മാത്രമല്ല, കൃത്യമായി അദ്ദേഹം വാട്സാപ്പിൽ ഇൻഫർമേഷൻ നമുക്ക് നൽകും. അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നും നമുക്ക് എന്ത് കിട്ടണമെന്നും കൃത്യമായി അദ്ദേഹം നമ്മളെ അറിയിച്ചിരിക്കും. ഇത് മാത്രമല്ല, മറ്റ് എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് കിട്ടേണ്ടതുണ്ടോ, ഇന്ന കാരണങ്ങളാൽ ഇന്നത് കിട്ടേണ്ടതുണ്ടോ എന്ന് ഒക്കെ അദ്ദേഹം കൃത്യമായി വരും. ഇത് മാത്രമല്ലാതെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായ റണ്ണിംഗ് സ്റ്റാഫിന്റെ ഇടയിൽ വ്യക്തമായി സംസാരിക്കുകയും മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുന്നതും അദ്ദേഹമാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ഈ റണ്ണിംഗ് കേഡറിലുള്ള ജോലി പര്യവസാനിച്ചു. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ബെന്നി കെ വർഗീസ്, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട നമ്മുടെ റെയിൽവേ സുഹൃത്തുക്കളെ, പെൻഷൻ ജീവനക്കാർ, റെയിൽവേ ലോക്കോ പൈലറ്റുമാരൊന്നടങ്കം ഇങ്ങനെ റിട്ടയർ ആവും. നമ്മളെല്ലാം ഇങ്ങനെ തുടർച്ചയായിട്ട് യോഗങ്ങൾ കൂടുന്നു. ഏറ്റവും കൂടുതൽ റിട്ടയർ ആകുന്ന എനിക്ക് തോന്നുന്നു അടുത്ത മാർച്ചിലാണ്, മെയ്യിലാണ്. 7 പേര് 6 പേരെങ്ങാണ് ഇവിടെ എവിടെ ഇരിക്കുന്നൊരു പലരുണ്ട്. 6 പേര് ഒറ്റയടിക്ക് തന്നെ നമ്മുടെ സൗത്തിൽ നിന്ന് റിട്ടയർ ആകുന്നു. അതിനോടൊപ്പം തന്നെ മറ്റ് പല കാറ്റഗറിയിലുള്ള ആൾക്കാരും ഈ മാസം അത്രയും റിട്ടയർമെന്റ് നടത്തുന്നുണ്ട്. ഓരോരുത്തരും റിട്ടയർ ആകുമ്പോൾ അതിനൊക്കെ ജീവനക്കാരെ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ ഡിവിഷൻ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ ജീവനക്കാർ ഏറ്റവും കൂടുതൽ റിക്രൂട്ടിങ് നടന്ന ഒരു സമരം കൊണ്ട് തന്നെ, അത് പാലക്കാട് ഡിവിഷൻ സദേൺ റെയിൽവേ അടക്കം നടന്ന ഒറ്റ സമരം കൊണ്ട് നമ്മുടെ റെയിൽവേ മേഖലയിലെ ആകെ ഒഴിവുകളുടെ എണ്ണം കാണിക്കാനും അത്രയും ജീവനക്കാരെ റിക്രൂട്ട് ചെയ്ത് നമുക്കൊരു പ്രൊമോഷനും കുറച്ച് റിലാക്സ് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. ഏതാണ്ട് 6000 വേക്കൻസി പറഞ്ഞിരുന്നത് അത് 18000 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നമ്മുടെ ലോക്കൽ ഓർഗനൈസേഷൻ, പ്രത്യേകിച്ച് ALRCയുടെ ഒറ്റ സമരത്തിന്റെ ഫലം മാത്രമാണ്. അത്രയും ജീവനക്കാരെ ഇന്ത്യയിലാകെ റിക്രൂട്ട് ചെയ്യാനും അതിനേക്കാളുപരി ഓരോ വർഷവും റിക്രൂട്ട് ചെയ്യുന്ന രീതി ഈ 2025 കഴിഞ്ഞ കൊല്ലത്തെ റിക്രൂട്ടിങ് ഏതാണ്ട് 9970 പേരെയാണ്. 10000 പേരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് റിട്ടേൺ ടെസ്റ്റ് പഠനം വരുന്നുണ്ട്. അതാണ്. അപ്പോൾ ഓരോ വർഷവും റിക്രൂട്ടിങ് നടത്താൻ ഒരു തീരുമാനം റെയിൽവേ ബോർഡിന്റെ ഭാഗത്തുനിന്നോ അല്ലെ കേന്ദ്ര മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്നോ എടുപ്പിക്കാൻ നമ്മുടെ ഓൾ ഇന്ത്യ ലോക്കൽ ഓർഗനൈസേഷൻ അത് ചെറിയൊരു വിജയം അല്ല, ഭയങ്കര വിജയം ഓരോ വർഷവും. കാരണം ഓരോ വർഷവും നമുക്കറിയാം മാക്സിമം ഒരു ജീവനക്കാരന് 30-35 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉണ്ടാവില്ല. സർവീസ് എന്ന് പറയുന്നത് 30-35 വർഷമാണ്. അതിൽ കൂടുതൽ കിട്ടുന്ന സർവീസ് ഇപ്പോൾ കുറവാണ്. ആ 35 വർഷത്തിനിടയിൽ നമ്മൾ 1.5 ലക്ഷം പേരാണ് റിട്ടയർ ആവുന്നത്. 1 ലക്ഷം പേര് 35 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏതാണ്ട് 5000-ത്തിനടുത്ത് ജീവനക്കാരും ഓരോ വർഷവും നോർമൽ ഏജിൽ തന്നെ റിട്ടയർ ആവുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ അൺഫിറ്റും മറ്റുള്ള വർഷങ്ങളും കൂടിയുള്ളൂ. ഈ ഒഴിവുകളെല്ലാം കുഞ്ഞുകൂടി ഇട്ട് വെച്ചാണ് ഇപ്പൊ നമ്മളെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന സാധനമാണ്. നമുക്കറിയാം, ഈയിടെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ സുപ്രീം കോടതി ജഡ്ജിയുടെ ഒരു വാചകം കഴിഞ്ഞ ദിവസം 17-ാം തീയതി വീണ്ടും കേസ് നടത്തിയിട്ടുണ്ട്. റെയിൽവേ സേഫ്റ്റിക്ക് വേണ്ടി ഫണ്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ്
ആ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞിരിക്കുന്നത് 17-ാം തീയതി കൃത്യമായിട്ട് കണക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. ചീഫ് കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റി പോലും കൂടെ അതിൻ്റെ അകത്ത് പോയി അതിനെ പ്രസന്റ് ചെയ്ത് പറയേണ്ടി വന്നു. കാരണം റെയിൽവേ സുരക്ഷിതത്വത്തിന് വേണ്ടി അനുവദിച്ച ഫണ്ടുകളൊന്നും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നില്ല. ഈ ഫണ്ടുകൾ അനുവദിക്കുക പറഞ്ഞാലും അല്ലെ നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ പറഞ്ഞാലും നമ്മുടെ എല്ലാം ജോലിക്ക് അത് വളരെ പ്രയോജനകരമാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾക്കറിയാം ഇന്ന് നമ്മുടെ സിഗ്നലിംഗ് സംവിധാനത്തിൽ സ്പാടക്കമുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കൽ സൈഡിലുള്ള സപ്പോർട്ട് ഒന്നും തന്നെ നമുക്ക് റെയിൽവേ നടപ്പിലാക്കുന്നില്ല എന്നുള്ള വാർത്ത. എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ പാസ് ചെയ്താൽ ആ പാസ്സായ സിഗ്നൽ എന്താണെന്ന് തിരിച്ചറിയാൻ യാതൊരു മാധ്യമവും നമ്മുടെ ലോക്കോയ്ക്കകത്തില്ല. ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് വരുന്ന സിഗ്നല് ആലപ്പുഴ വിട്ടാൽ മാരാരിക്കുളത്ത് എന്തായിരിക്കും സിഗ്നൽ എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ലോക്കോയ്ക്കകത്തിരുന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് യാതൊരു മാധ്യമവും. നമ്മൾ ആ ഡിസ്റ്റൻസും പോകും തന്നെ കാണണം. പക്ഷെ അവിടെയൊക്കെയാണ് മാറ്റം. ഈ വിദേശ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും എല്ലാം തന്നെ ഈ പറയുന്ന ട്രാക്ക് സർക്യൂട്ട് അടക്കം കംപ്ലീറ്റ് നമ്മുടെ ആ ഡ്രൈവർ ഡെസ്കിൽ തന്നെ കംപ്ലീറ്റ് അതിന്റെ ഡിസ്പ്ലേ വരുന്ന രീതിയിൽ അടുത്ത സ്റ്റേഷൻ ഏതാണെന്നും ആ സ്റ്റേഷന്റെ സിഗ്നൽ ഏതാണെന്നും നമ്മൾ കഴിഞ്ഞുപോയ സിഗ്നൽ ഏതാണെന്നും തിരിച്ചറിയുന്ന രീതിയിൽ ഈ പറയുന്ന GRPS മുഖാന്തരം തന്നെ ആ വരുന്ന ആ ട്രാക്ക് സർക്യൂട്ടിംഗ് സിസ്റ്റം കംപ്ലീറ്റ് ലോക്കായി വരാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് സിഗ്നൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ സേഫ്റ്റി കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം വന്നതാണ്, പല പ്രാവശ്യം വന്നാണ്. പക്ഷേ റെയിൽവേ നടപ്പിലാക്കിയിട്ടില്ല നമുക്ക് അനുകൂലമായിട്ട്. അതുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വളരെയധികമാണ്. ഇപ്പൊ നമുക്കറിയാം വന്ദേ ഭാരത് അടക്കം നൂല് പിടിച്ച പോലെ 100 കിലോമീറ്റർ അല്ലെങ്കിൽ 110 കിലോമീറ്റർ വണ്ടി ഓടിക്കണം എന്ന് പറയുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. 1 കിലോമീറ്റർ കൂടിയാലും 1 കിലോമീറ്റർ കുറഞ്ഞാലും ചാർജ് ഷീറ്റ് കിട്ടുന്ന സാഹചര്യം. ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. ടെക്നിക്കൽ സൈഡിലുള്ള സപ്പോർട്ടുകൾ ഒരു ലോക്കോ പൈലറ്റിന് ആവശ്യമായ ടെക്നിക്കൽ സൈഡ് ഒന്നുമില്ല. ഒരു സ്റ്റേഷൻ മാസ്റ്ററെ സംബന്ധിച്ച് മുമ്പ് ഒരു 10-25 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം ക്യാബിൻ സൗകര്യമായിരുന്നു, ലിവറായിരുന്നു മുഴുവൻ ഓപ്പറേറ്റർ. ഓരോ പോയിന്റുകൾ വെച്ചിരുന്ന ലിവർ ഓപ്പറേറ്ററാണ്. ലിവർ വെച്ച് ക്യാബിനിൽ ഓപ്പറേറ്റ് ചെയ്ത് ആ പോയിന്റ് മെക്കാനിക്കലായിട്ട് അവിടെ ചെന്ന് ആ ലിവർ ഓപ്പറേഷൻ നടത്തി എൻഷർ ചെയ്തിട്ടാണ് അവര് ലോക്ക് ചെയ്തിട്ടാണ് പോയിന്റ് ലോക്ക് ചെയ്തിട്ടാണ് സിഗ്നൽ ഇടുന്നത്. ആ സിസ്റ്റം മാറി അവരെ സംബന്ധിച്ച് അതെല്ലാം ഈ പറയുന്ന ടെക്നിക്കൽ സപ്പോർട്ടിലൂടെ ഗേറ്റിലും അതുപോലെ തന്നെ ഗേറ്റ് കൃത്യമായിട്ട് അടഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള എൻഷുർ ചെയ്യാനുള്ള എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും ഇപ്പോൾ അവർക്കുണ്ട്. ഒരിക്കലും അവര് പോയിന്റ് തിരിച്ചടിക്കാൻ നോക്കിയാൽ നടക്കുക എന്നുള്ള വാർത്തവും ഒന്നാമത്തെ റോഡിലേക്ക് മേടിക്കേണ്ട പോയിന്റ് അടിച്ചിട്ട് 2ലേക്ക് സിഗ്നൽ ഇട്ടാൽ ഒരു കാരണവശാലും വീഴത്തില്ല. അവർക്ക് ടെക്നിക്കൽ സപ്പോർട്ട് അതാണ്. ഒരു കാരണവശാലും അവർക്ക് ഫെയിലിയർ ഉണ്ടാവില്ല. കാരണം അവർക്കൊരു ഇത് വീഴത്തേ ഇല്ല സിഗ്നൽ. അപ്പൊ അവരെ സംബന്ധിച്ച ടെക്നിക്കൽ സപ്പോർട്ട് എല്ലാത്തിലും ഉണ്ട്. ഒരു ക്ലർക്കൽ ഓഫീസ് ഡ്യൂട്ടി നിങ്ങളെടുക്കുക, നമ്മുടെ ഓഫീസിലോ മറ്റേ ഡ്യൂട്ടി ഓഫീസിലോ എടുത്താൽ അവിടെയൊക്കെ ടെക്നിക്കലായിട്ട് ഒരു ക്ലർക്ക് ഒരു പോസ്റ്റിംഗ് ഓർഡറോ മറ്റെന്തെങ്കിലും അട്രാക്ട് ചെയ്തു സ്കെയിൽ ഓഫ് പേ മാറിപ്പോയി അവിടെ അടുത്ത വോയിസ് ചെക്ക് ചെയ്യാനുണ്ട്. അതിന്റെ ബോഡിയിൽ APO ചെക്ക് ചെയ്യാൻ DPO ആണ് സൈൻ ചെയ്യുന്നത്. എത്ര പേര് കൗണ്ടർ സൈൻ ചെയ്ത് നോക്കിയിട്ടാണ് അതൊന്ന് ഓർഡർ ആയിട്ട് നടക്കുന്നത്. അവർക്കൊക്കെ സൂപ്പർവൈസിങ് അവർക്ക് ഈ പറയുന്ന രണ്ടാമതെല്ലാം ഓരോ ഡ്യൂട്ടിയും നേച്ചറും ചെക്ക് ചെയ്യാൻ സാഹചര്യമുണ്ട്. അതിന് ജീവനക്കാരുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോക്കോയെ സംബന്ധിച്ച് നമ്മുടെ ലോക്കോ പൈലറ്റ് ALP LP അല്ലാതെ മറ്റൊരാളും ഇല്ലെന്നുള്ള വാസ്തവം. അതുകൊണ്ട് തന്നെ നമ്മുടെ സൂപ്പർവൈസറായ LIമാരടക്കം AME അടക്കം അവര് ഈവൻ ഫിറ്റ് ആണെന്ന് കംപ്ലീറ്റ് എൻഷുർ ചെയ്യുന്ന തരത്തിൽ എല്ലാ റെക്കോർഡും നമ്മുടെ കയ്യിൽ നിന്ന് അവർ ഉപയോഗിക്കുന്നുണ്ട്. SOP-ക്കകത്ത് സൈൻ ചെയ്യുന്നുണ്ട്, CMSC സൈൻ ചെയ്യുന്നുണ്ട്, വരുന്നതിന് മുമ്പേ നമ്മുടെ കോർട്ട് ഓർഡർ സൈൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം റെക്കോർഡാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓഫീസർമാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന റെക്കോർഡുകൾ മാത്രം. നമുക്ക് എന്തെങ്കിലും സഹായം ഒന്നുമില്ലെന്നുള്ള മാത്രം നമ്മളിതെല്ലാം പഞ്ച് ചെയ്ത് നമ്മളിതെല്ലാം നോക്കി 150 കോർട്ട് ഓർഡർ നമ്മൾ വായിച്ചെന്ന് എൻട്രി ചെയ്തിട്ട് പോകുന്നു. വായിച്ചിട്ടില്ല. ഇത് വായിച്ചാൽ നമ്മുടെ മനസ്സിലിരിക്കുവാനില്ല. നമ്മുടെ ഡ്യൂട്ടി നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഓർത്തിരിക്കുവാനില്ല. ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വർക്കിങ്ങിന്റെ നേച്ചർ മുന്നോട്ട് പോകുന്നത്. ഇതിനൊരു മാറ്റം വരുത്താനുള്ള വളരെയധികം സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സമരത്തിന്റെ ഫലമായിട്ട് വേക്കൻസികളും ഒഴിവുകളും നടത്താനും അതിനേക്കാളും മതി ലോക്കോ പൈലറ്റുമാരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ പറയുന്ന TV-ക്കകത്തൂടെ ആയാലും പത്രമാധ്യമങ്ങളിലൂടെ ആയാലും കുറെയൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശ്രമിച്ചിട്ടുണ്ട്, നടക്കുന്നുമുണ്ട്. ഒരു കാലത്ത് ഡിപ്ലോമ ബാച്ച് ആദ്യകാലങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നപ്പം
ഡിപ്ലോമയും ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് ആയിരുന്നു വന്നിരുന്നത്. ഈ പറയുന്ന നമ്മളെ സംബന്ധിച്ച് ലോക്കോയ്ക്കകത്തുള്ള സൗകര്യക്കുറവ്, ഒരു ഇരിക്കാൻ പറ്റുന്നില്ല, സ്റ്റൂളില്ല, കസേരയില്ല, ടോയ്ലറ്റ് സൗകര്യമില്ല, യാതൊരു ഈ പറയുന്ന ഗ്ലാസ് പോലും നമ്മൾ തുറക്കേണ്ടി വരുന്നു. വരുന്ന ലോക്കോ പൈപ്പിനുള്ള വെള്ളം വരെ എടുത്തു കൊടുക്കുന്നു. ഈ വക സാഹചര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാൻ നല്ല പ്രപ്പോസൽ കിട്ടുകയില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ക്ഷണസാറുണ്ട്, ക്ഷണസാറിന്റെ കൂടെയൊക്കെ ഞാൻ വെച്ചിട്ടേക്കൊണ്ട അന്നത്തെ കാലത്ത് ALPമാരുടെ വർക്ക് പറഞ്ഞ ഇതൊക്കെയാണ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രപ്പോസൽ കിട്ടുകയില്ലാത്ത കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് ഒളിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നതല്ല, ഇന്നീ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയും TV മാധ്യമങ്ങളിലൂടെയും ഈ അധികാരികളുടെ അടുത്തെത്തിക്കുന്നതിന്റെ ഫലമാണ് നമുക്ക് ഇന്ന് കിട്ടുന്ന ഈ ഓരോ ഗുണങ്ങളും. ഇപ്പൊ തന്നെ ഏറ്റവും അവസാനം നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് ലേബർ കോഡുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലേബർ കോഡുകൾ മാറുമ്പോൾ നിങ്ങളോർക്കും ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. ഇപ്പോ ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മുടെ സർവീസിലിരിക്കുന്ന ALPമാരുടെ എണ്ണം കുറവാണ്. കൂടിയാൽ 10 പേര്, അതിൽ കൂടില്ല. 10 പേര് കൂടുതൽ നമ്മുടെ ഈ ഇതിന്റെ അകത്തില്ല. പക്ഷെ ലേബർ കോഡ് വന്നാൽ 8ാം ശമ്പള കമ്മീഷൻ എന്താ ബുദ്ധിമുട്ട് വരുന്നത്? 8ാം ശമ്പള കമ്മീഷനിൽ എന്താണ് ഇപ്പൊ മറ്റൊരു കമ്മിറ്റിക്കാർ ഒരു 18 ക്വസ്റ്റ്യൻ വായിച്ചു. നിങ്ങളെല്ലാം വായിച്ചില്ല, നിങ്ങളെല്ലാം മറുപടി തയ്യാറാക്കുന്നുണ്ട്. തയ്യാറാക്കണം. നിങ്ങളെ ബാധിക്കുന്ന, പെൻഷൻകാരെ ബാധിക്കുന്ന, ബോണസിനെ ബാധിക്കുന്ന എല്ലാം പെൻഡിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ബോണസ് അതിന്റെ അതിട്ടുണ്ട്. അതേ ബാധിക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും നിങ്ങൾക്ക് കൊടുക്കേണ്ട അഭിപ്രായമുണ്ട്. പ്രധാനപ്പെട്ട നമുക്കറിയാം 4 ലേബർ കോഡുകൾ നമ്മുടെ ഈ 29 നിയമങ്ങളെല്ലാം മാറ്റിവെച്ച് ഇട്ടപ്പം ആദ്യത്തെ ലേബർ കോഡ് എന്ന് പറയുന്ന മിനിമം പെൻഷന്റെ ലേബർ കോഡാണ്. ആ ലേബർ കോഡ് മാറിയാൽ തന്നെ കുഴപ്പം. ഈ പറയുന്ന ഭരണാധികാരികൾ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം മിനിമം വേതനം ഞങ്ങൾ തന്നെ ഫിക്സ് ചെയ്ത് തരും. അവിടെയാണ് തെറ്റ്. നമ്മുടെ 1968 നമ്മുടെ ആവശ്യാധിഷ്ഠിത മിനിമം വേതനം എന്ന രീതി സമരം ചെയ്തു. കേസുണ്ടായിരുന്നു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആവശ്യാധിഷ്ഠിത മിനിമം വേതനം എന്ന് പറഞ്ഞാൽ ഒരു ജീവനക്കാരന്, ഒരു തൊഴിലാളിക്ക് പണി ചെയ്താൽ അവന് കിട്ടേണ്ട ഒരു ദിവസത്തെ ശമ്പളം എങ്ങനെ കണക്ക് കൂട്ടണം എന്ന് കൃത്യമായിട്ട് എഴുതിയ നിയമം ഉണ്ടായിരുന്നു. ഒരു നിയമം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ശമ്പളം എങ്ങനെ കണക്ക് കൂട്ടണം, ആ നിയമം എടുത്ത് കളഞ്ഞു. ആ നിയമമാണ് ഇപ്പം കളഞ്ഞത്. ആ നിയമം കളഞ്ഞിട്ട് അവരെന്തോ ഇപ്പൊ ചെയ്തിരിക്കുന്ന നാഷണൽ ആവറേജ് നിങ്ങൾക്ക് മിനിമം വേതനം ഞങ്ങൾ നിശ്ചയിക്കാം, കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കാം. മൊട്ടയായിട്ട് നിശ്ചയിക്കുന്നു. അത് കുറവാകാം, കൂടുതലാകാം. നമ്മുടെ അവകാശമാണ് നഷ്ടപ്പെട്ടത്. ആ അവകാശം നഷ്ടപ്പെട്ടത് ഈ 8ാം ശമ്പള കമ്മീഷന്റെ മിനിമം വേതനം ഫിക്സ് ചെയ്യുന്നതിനകത്ത് വരും എന്നുള്ളത് യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇമ്മീഡിയറ്റ് അവർ നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് 40,000 ഈ ജീവനക്കാർ, 40 ലക്ഷം ജീവനക്കാർ, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുണ്ട്. ഏതാണ്ട് 50-നടുത്ത് പെൻഷൻ ജീവനക്കാരുണ്ട്. ഏതാണ്ട് 50,000, ഈ 50-നകത്ത് ഒരു 30 ലക്ഷത്തോളം ഡിഫൻസ് മേഖലയിലെ പെൻഷൻകാരാണ്. അപ്പൊ അത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുമ്പോൾ ഈ പറയുന്ന സാമ്പത്തികം കുറയ്ക്കാനുള്ള നയസമീപനം ഉണ്ടാവും. ഈ ലേബർ കോഡുകൾ വെച്ചായിരിക്കും അവരെ നടപ്പിലാക്കുന്നത്. ഇപ്പോ നമ്മുടെ സ്ത്രീജനങ്ങളില്ല, CCL അതിനെ സംബന്ധിച്ച് അവർ പറയുന്നില്ല. ഒരു ജീവനക്കാരൻ എന്ന് പറയുന്നത്, തൊഴിലാളി എന്നുള്ള നിർവചനം പറയുന്നത് 15,000 താഴെ ബേസിക് ഉള്ളവർ വേണമെന്നാണ്. ഇതിന്റെ താഴെ 15,000 താഴെ ബേസിക് ഉള്ളത് ഒരു തൊഴിലാളിയില്ല. അപ്പൊ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന യാതൊരു ബെനിഫിറ്റുകളും നിങ്ങൾക്ക് കിട്ടില്ല. ലീവ്, റെസ്റ്റ് അടക്കം തൊഴിലാളിക്കാണ് അവകാശപ്പെട്ടത്. സൂപ്പർവൈസർമാർക്കില്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുംകാലമായി വരാൻ പോകുന്നത്. ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്താലുള്ള മാത്രം ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ യാതൊരു കുഴപ്പമില്ല. ബോണസ് അതുപോലെ തന്നെയാണ് തൊഴിലാളിക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. എന്നിട്ടോ അവസാനം തൊഴിലാളിയുടെ നിർവചനത്തിനകത്ത് പറയുന്നത് 15,000 രൂപയിൽ കൂടുതൽ ബേസിക് മേടിക്കുന്നവരൊന്നും തൊഴിലാളിയല്ല, അതിൽ താഴെയുള്ളവർ. അപ്പൊ നമ്മളാരും തൊഴിലാളിയല്ല, നമ്മളാരും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. പിന്നെ വേണമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് തരാം. ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കോ റെയിൽവേക്കോ തരാം എന്ന് മാത്രം. തന്നില്ലേ ചോദിക്കാൻ യാതൊരു അവകാശമില്ല. നിയമപരമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവകാശങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ലേബർ കോഡുകളാണ് ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ സംഘടിത മേഖലയിൽ അത്ര ഇല്ലെങ്കിലും അസംഘടിത മേഖലയിൽ ഏറ്റവും കൂടുതൽ നഷ്ടമാണെന്നുള്ള വാസ്തവം. കാരണം ഒരു തൊഴിലാളി സംഘടന ഒരു യൂണിയൻ ഉണ്ടാക്കിയത് അതിനേക്കാളും ഒരു 300 താഴെയുള്ള തൊഴിലാളികളുള്ള ഏത് മേഖലയിലും ഏത് ജീവനക്കാരെ എപ്പോഴും അവരെ പിരിച്ചുവിടാം, അത് അടച്ചുപൂട്ടാം. ഈ തുണിക്കടകളെല്ലാം തന്നെ എപ്പം വേണമെങ്കിലും അടച്ചുപൂട്ടാം. പണ്ടതല്ല,
നമുക്കൊരു ജോലിക്ക് കയറിയ ജോലി കിട്ടും, അല്ലെങ്കിൽ തന്നില്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും, നിയമങ്ങൾ നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി ആ നിയമങ്ങളൊന്നും നമുക്ക് അടിസ്ഥാനമായിട്ട് കോടതി പോകാൻ പറ്റില്ല. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ സംബന്ധിച്ച് സെൻട്രൽ ലേബർ കമ്മീഷൻ അടുത്ത് നമ്മൾ പരാതി കൊടുക്കാറുണ്ട്. നമ്മുടെ നാഗരാജനടക്കം ഒത്തിരി കേസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നാഗരാജന ഏറ്റവും കൂടുതൽ കേസ് കൊടുത്തിരുന്നത് ആ സെൻട്രൽ ലേബർ കമ്മീഷൻ കാക്കനാട് നമ്മൾ മാർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള സെൻട്രൽ ലേബർ കമ്മീഷൻ അടുത്ത് നമ്മൾ തർക്ക പരിഹാരത്തിന് പോയാൽ CRDP അവിടെ വരും. നമ്മൾ തർക്കം പറയും. ആ തർക്കം വന്ന് CRDPയോട് അടുത്ത് ചോദിക്കാനും പോസ്റ്റിംഗ് ആയാലും CNOT ആയാലും അവിടെ ചോദിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ആ സെൻട്രൽ ലേബർ കമ്മീഷണർ എന്നുള്ള ആ പോസ്റ്റ് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ. ഇനി ഒരു തർക്ക പരിഹാരം ഇല്ല, ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള കമ്മിറ്റി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരുടെ തർക്കം പറയാനോ പരാതി കൊടുക്കാനോ വേണ്ടി നമുക്കുള്ള അവകാശം നഷ്ടപ്പെട്ടു എന്നുള്ള വാസ്തവം. സ്റ്റേറ്റ് ഗവൺമെന്റ് ജീവനക്കാരെ സംബന്ധിച്ച് ലേബർ കോടതികളെല്ലാം തന്നെ പിൻവലിച്ചു. ഈ ലേബർ കോടതികൾ ഇല്ല എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ആ രീതിയിലുള്ള ലേബർ കോഡുകളാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുംകാല തൊഴിലാളികൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന കാലഘട്ടമാണ്. അതിനെക്കാര്യം വഴി ലോക്കൽ നിഷാമിനെ സംബന്ധിച്ച് നമ്മുടെ ബേസിക് ഈ 30%, 55% നിലനിർത്താനുള്ള സമര പോരാട്ടം നല്ല ശക്തമായിട്ടിരിക്കണം. അതിനേക്കാളുപരി ALPമാരുടെ ഗ്രേഡ് പേ ഏറ്റവും ലോവർ ഗ്രേഡിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ഗ്രേഡ് പേ ഒരിക്കലും അംഗീകരിക്കാനല്ല. വെറും 1700 കൂടെ 100 കൂട്ടി 1900 മാത്രം ബേസിക് കൊടുത്തുകൊണ്ടുള്ള ഈ ALPമാരെ അല്ലെങ്കിൽ നമ്മുടെ ഫീഡർ കാറ്റഗറി ലോക്കോ റണ്ണിംഗ് സ്റ്റാഫിന്റെ ഏറ്റവും ആദ്യത്തെ കാറ്റഗറി അവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം നമ്മുടെ കാര്യം താഴുന്ന എല്ലാം തന്നെ ഇപ്പൊ 4200 ഗ്രേഡ് ബിയിലേക്ക് മാറ്റി എന്നുള്ള വാസ്തവം. ഗാർഡ്മാര് നമ്മുടെ കാര്യം 2 ഗ്രേഡ് വരെ താഴെ നിന്ന ഗാർഡ്മാർക്ക് 2800 ഇപ്പം സ്റ്റാർട്ടിംഗ് ഗ്രേഡ് പേ. ആ രീതിയിൽ നമ്മളെ തെരഞ്ഞെടുക്കുന്ന രീതി അതിനേക്കാളും ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ സ്പാടക്കമുള്ള ഏതോ പ്രശ്നങ്ങൾക്കും അതിനൊക്കെ ഈ മറ്റേ നമ്മുടെ സൈക്കോ ടച്ച് അടക്കം ടെസ്റ്റ് ഫെയിലായിരുന്നവർക്ക് 30% കൂട്ടി ഫിക്സ് ചെയ്ത് ബേസിക് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടെന്ന ഒരു റെയിൽവേ ബോർഡ് ഓർഡർ ഇറങ്ങിയിരിക്കുക. അതിനെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ബേസിക് ഈ 5, 6, 7 ശമ്പള കമ്മീഷന്റെ ഇത് വായിച്ചു നോക്കുക, നമ്മുടെ റെക്കമെൻഡേഷൻ വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ 30% ഈ പറയുന്ന ബേസിക് കൂടെ കൗണ്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫിക്സേഷൻ എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പൊ തരാത്തത്. ഇപ്പൊ ഈയിടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അടക്കം പല ലീവിനടക്കം പല ആനുകൂല്യങ്ങൾക്കും തരുന്നില്ലെന്നുള്ള വാസ്തവം. സത്യം പറഞ്ഞാൽ അതിനെതിരെ ശക്തമായിട്ട് അവിടെ പോയി പോരാടണം. പോരാടുന്നത് തന്നെയല്ല, വേണമെങ്കിൽ ഐക്യമായിട്ട് ചോദിക്കണം ആരാണ് എവിടുന്നാണ് ഇതിന്റെ ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും അവർക്ക് ഒരു IRന് തന്നെ നമുക്ക് പ്രൊവിഷൻ തന്നിട്ടുണ്ട്. 30% കൂട്ടിയാണ് ബേസിക്. ആ ബേസിക് നമുക്ക് തന്നെ തീരും. അപ്പൊ ലീവ് എടുത്താൽ നമുക്ക് ആ 30% കൂട്ടിയുള്ള ബേസിക് തന്നേ തീരൂ. അത് നമ്മൾ പറഞ്ഞേ തീരും. അത് കൃത്യമായിട്ട് ഞാനത് ഈ വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയേ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇല്ലായിരുന്നു. പാലക്കാട് ഉപ്പാദിനെ നിർത്തലാക്കി. എന്തായാലും ശക്തമായ പോരാട്ടം നമുക്ക് വരുംകാല ഭാവിയിൽ നടത്തിയാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച് ബെനിഫിറ്റുകൾ നിലനിർത്തിക്കൊണ്ടു പോകാനും നമ്മൾ അത് നഷ്ടപ്പെടാതിരിക്കാനും കഴിയുകയുള്ളൂ. പെൻഷൻകാരെ സംബന്ധിച്ച് ബെനിഫിഷ്യറീസ് ഒക്കെ 2005 മുമ്പ് ജോയിൻ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഷോർട്ട് പെൻഷനും അതുപോലെ തന്നെ 55% ബെനിഫിറ്റോട് കൂടി തന്നെ ആ റിട്ടയർമെന്റ് ബെനിഫിറ്റുകൾ മേടിക്കാൻ കഴിയും. പക്ഷേ ഈ 2004 ശേഷം 2004 ജാനുവരിക്ക് ശേഷം വന്നവർക്ക് സംബന്ധിച്ച് ഈ പറയുന്ന യാതൊരു ബെനിഫിറ്റും ഇനി ഇല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിനും ഒരു സമര പോരാട്ടങ്ങൾ നടത്തിയേ തീരും. നമ്മൾ അത്രമേൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാഹചര്യങ്ങൾ മോശമാണ്. ഇപ്പൊ തന്നെ ഈ പുതിയ ലേബർ കോഡിൽ പറഞ്ഞിരിക്കുന്ന 12 മണിക്കൂർ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യിപ്പിക്കണം. ഇപ്പൊ കൊമേഴ്സ്യൽ സൈഡില് TT അല്ല, മറ്റേ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ പലയിടത്തും 12 മണിക്കൂറാക്കി മാറ്റി. നമ്മുടെ ട്രിവാൻഡ്രം ന്യൂസ് തന്നെ 8 കൗണ്ടറിൽ ആക്കിയെന്ന് ഇന്നലെ BP പറയുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? സമരം ചെയ്താൽ നിയമപരമായിട്ട് ഈ ലേബർ കോഡ് വെച്ച് വേണം നിയമം നടത്താൻ. അവിടെ 12 മണിക്കൂർ വരെ വേണമെങ്കിൽ നടത്താമെന്നുള്ള തീരുമാനമുണ്ട്. ഈ എപ്പോഴും വേണമെങ്കിൽ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് എമർജൻസി ഡ്യൂട്ടിക്കാര് നമ്മൾ എപ്പോഴും എമർജൻസി 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ എക്സ്റ്റൻഷൻ ചോദിച്ച് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു കാറ്റഗറിയാണ് നമ്മൾ. എന്നതുപോലെ നമ്മുടെ ജോലി സമയം 12 മണിക്കൂറാക്കണം, നമ്മൾ 9 മണിക്കൂറാക്കണം, 8 മണിക്കൂറാക്കണം. സമരം ചെയ്യുമ്പോഴാണ് അവർ അടിസ്ഥാനമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തി 12 മണിക്കൂറാക്കണം. പിന്നെ എങ്ങനെ നമുക്ക് കോടതിയിൽ പോയി ചോദ്യം ചെയ്യാൻ പറ്റും? ആ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻകാരെ സംബന്ധിച്ച് ഈ പറയുന്ന ബെനിഫിറ്റുകൾ നിലനിർത്താൻ
നമ്മുടെ ബെനിഫിറ്റുകൾ നിലനിർത്താനും അതുപോലെ തന്നെ പെൻഷൻ ഇപ്പൊ ഏറ്റവും അവസാനം അവർ പറഞ്ഞിരിക്കുന്നത് പെൻഷൻ ഒരു സീലിംഗ് വെച്ചാൽ മതിയില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് പുതിയ പെൻഷൻകാർ എന്ന് പറഞ്ഞാൽ മാക്സിമം പെൻഷൻ ഒരു സീലിംഗ് വെക്കുക ഓരോ കാറ്റഗറിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥിതി വളരെ പിന്നോട്ട് പോകുന്ന അവസ്ഥ വരും ലോക്കൽ ഓഡിറ്റ് സ്റ്റാഫിനെ സംബന്ധിക്കുന്നുള്ളതാണ്. അതും നമ്മൾ മനസ്സിലാക്കുക. ഇതിനെല്ലാം ഫൈറ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഈ സമരങ്ങളും അജിറ്റേഷനും ഒക്കെ നടക്കുമ്പോഴാണ് നമ്മുടെ നല്ല നല്ല തൊഴിലാളികൾ റിട്ടയർഡ് ആവുന്നത്. ഈ തൊഴിലാളികൾ റിട്ടയർഡ് ആവുന്നത് നമ്മളെപ്പോഴും പ്രസംഗിക്കും ഇത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? കാരണം ഇത് തന്നെ ഞാനിപ്പം പറഞ്ഞത് ALP-മാരുടെ പുതിയ തലമുറയുടെ ആൾക്കാർ നമ്മുടെ സംഘടനാ വർക്കലും പൊതുപ്രവർത്തനം വരുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത്. ഒരു സേവന രംഗത്തേക്ക് സേവന രീതിയിലേക്ക് അവരുടെ മാനസികാവസ്ഥ മാറുന്നില്ല. ഒരാൾ തലകറങ്ങി വീണാൽ അതൊന്നും നോക്കിയിട്ട് നമ്മുടെ ഗ്രൂപ്പിങ്ങിന്റെ വാതിലാണെങ്കിലും പുതിയ ALP-ആണ് ചിലപ്പോൾ നോക്കി വെച്ചാൽ പോകുള്ളൂ. പക്ഷെ പഴയ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവരുടെ കൈയെടുത്ത് ഒഴിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് നമ്മുടെ KS സാർ പറയുന്ന പോലെ ഗ്രൂപ്പ് വെള്ളം എടുത്തു കാരണം മുഖം എന്തെങ്കിലും ഒന്ന് കണ്ണടച്ച് പോയാൽ മുഖത്തൊന്ന് തളിക്കണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ആ ഒരു സേവന രീതിയിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ കൊണ്ടുവരണം. അവരൊക്കെ ട്രാക്കിലാകുമ്പോൾ മാത്രമാണ് നമ്മളോടൊപ്പം ചേരാൻ തയ്യാറാകുന്നത്. എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അതിനോടൊപ്പം ചേരാനും പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും പുതിയ പുതിയ തലമുറ പുതിയ തൊഴിലാളികൾ ഈ കാര്യങ്ങൾ പഠിക്കാനും ഓരോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനും വരുംകാലം കയറിയാൽ പിന്നെ ശമ്പളവും മറ്റു കാര്യങ്ങളും പെൻഷനെ പറ്റി ആലോചിക്കുന്നില്ല, അതിന്റെ മെഡിക്കലിനെ പറ്റി ആലോചിക്കുന്നില്ല. മെഡിക്കലിനെ പറ്റി ആലോചിക്കുന്നത് പിന്നെ എപ്പോഴാണ്? പിന്നെ അവൻ ആലോചിക്കുന്നത് ഇപ്പൊ ഞാൻ പിടിക്കാനോ റെയിൽവേ ഓഫീസിൽ പോയപ്പോൾ അതിന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, ഡോക്ടറെ കാണിക്കണം, ഈ ഇവിടെയല്ല കണ്ണൂരാണ്, എന്താ ചെയ്യേണ്ടത്? ഇതുവരെ അവന് യാതൊരില്ല. 4 മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് അവന് ചിന്താഗതി വരുന്നത്. അതാണ് സ്ഥിതി. ഓരോ ജീവനക്കാരും ഇത്തിരി അഡ്വാൻസ് ചിന്തിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് അതിനോടൊപ്പം നീങ്ങാനും തൊഴിലാളി സംഘടനകളോടൊപ്പം ഒരുമിച്ച് നിൽക്കാനും നമ്മുടെ തൊഴിലാളി സംഘടനകളുടെ ശക്തി നോക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പം ഓരോ കാര്യങ്ങളും റെയിൽവേ ബോർഡ് അടക്കം കേന്ദ്ര ഗവൺമെന്റ് അടക്കം നടക്കുന്നത്. ഏറ്റവും അവസാനം നമുക്ക് അറിയാം റെയിൽവേ ബോർഡ് നമ്മുടെ പാർലമെന്റിൽ പറഞ്ഞത് ഒരു കണക്ക് കൃത്യമായിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. ജീവനക്കാരുടെ എണ്ണം എത്ര ഉണ്ടാവും പറയണ്ട, എത്ര വേക്കൻസി ഉണ്ടോ അത് പറയണ്ട. ആകെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മാത്രമേ ഉള്ളൂ. ലോക്കോ പൈലറ്റുമാരുടെ മാത്രമേ കൃത്യമായിട്ട് വേക്കൻസികൾ പറയുന്നുള്ളൂ. കാരണം നമ്മൾ A-Z ഓരോ ഡിപ്പോ തിരിച്ച് അഖിലേന്ത്യാ കമ്മിറ്റി കംപ്ലീറ്റ് എല്ലാ ഡിപ്പോയിലെയും ഫോണടക്കം ഓരോ മേഖലകളിലെയും വേക്കൻസി നമുക്ക് കൃത്യമായിട്ട് കണക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആടിയതോ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളെ കൃത്യമായിട്ട് വരുന്നു. പക്ഷെ NFIR AIR പോലും ഈ ഒരു ചലന ശക്തി ഇല്ല. സംഘടിത പോരാട്ടത്തിലും ശക്തമായിട്ട് പോരാടാനും അവർക്ക് ബേസിക് തരത്തിൽ തന്നെ ഈ 12-ാം തീയതി പൊതുപണി കൊടുക്കണം AIR NFIR സമരത്തിൽ പ്രഖ്യാപിച്ചു. പക്ഷെ എന്താ നടത്തിയോ? ഇവിടെ ആരെങ്കിലും നടത്തിയോ? നമ്മൾ കൂടിയിട്ടില്ല. പക്ഷെ DRO അടക്കം സംഘടിതമായ സമരങ്ങൾ നടത്തി. ഈ സമരങ്ങൾ നടത്തുമ്പോൾ നമ്മൾ തൊഴിലാളികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ വണ്ടി നിർത്തിക്കൊണ്ട് നമുക്ക് ചാർജ് കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു സമരം നമ്മൾ നടത്തുന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് സമരം നടത്തുന്നതുകൊണ്ടാണ്, സംഘടിത പോരാട്ടം നടത്തുന്നതുകൊണ്ടാണ് ലോക്കോ ഓഡിറ്റ് സ്റ്റാഫിന്റെ കാര്യത്തിൽ ഈ നിയമം സുപ്രീം കോടതി ജഡ്ജി പോലും ചോദിക്കേണ്ടി വന്നത്. ഇപ്പൊ മലയാളി വിളിച്ചിരിക്കുന്ന നാളത്തെ മറ്റന്നാൾ വെച്ചിരിക്കുകയാണ്. സുരക്ഷിതത്തിന് ഫണ്ട് എത്ര കൊണ്ട് ചെലവഴിച്ചിരിക്കുന്നുണ്ട്, സുരക്ഷിതമായുള്ള കാര്യങ്ങൾ എത്ര കൊണ്ട് നടപ്പിലാക്കുന്നുണ്ട്, യാത്രക്കാരുടെ സുരക്ഷിതത്തെ ബേസ് ചെയ്തു. യാത്രക്കാരുടെ സുരക്ഷിതം എന്ന് പറഞ്ഞാൽ ലോക്കോ പൈലറ്റിന്റെ സുരക്ഷിതമാണ്. നമ്മൾ മുന്നോട്ട് വരണം, ഒരുമിച്ചുള്ള പോരാട്ടത്തിന് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം മെഡിക്കൽ സർവീസിനെ സംബന്ധിച്ച് പാലക്കാട് ഡിവിഷൻ ജോയിൻ ചെയ്തു. ഈറോഡ്, ഷൊർണൂർ, പാലക്കാട് അടക്കം വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഡിവിഷൻ മ്യൂച്വലിലൂടെ എത്തിയത്. എന്തായാലും അദ്ദേഹം വന്നു പറയുന്ന പോലെ ഒരു മുന്നിട്ടിറങ്ങി എന്റെ ഉള്ള വിപ്ലവകാരി അല്ലെങ്കിലും 10 മണിക്കൂർ കൂടുതലൊന്നും വർക്ക് ചെയ്ത് റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ നന്നാകാറും എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തമായ ഈ നമ്മുടെ ചില ആൾക്കാരുണ്ട് സ്വന്തമായിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടി ഒരു കുറച്ചുകൂടെ വർക്ക് ചെയ്യാം അല്ലെ മറ്റുള്ളവരെ തകർക്കാം എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി എല്ലാവരും സംഘടനാപരമായിട്ട് തന്നെ നേരെ നിൽക്കുകയും അതുപോലെ തന്നെ ഫുൾ ടൈം നമ്മളോടൊപ്പം നമ്മുടെ ഏത് പരിപാടിക്കുണ്ടെങ്കിലും പങ്കെടുക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണെന്നുള്ള വാസ്തവം. ആ ഒരു പ്രവർത്തന മേഖല കൃത്യമായിട്ട് അദ്ദേഹം നടപ്പിലാക്കി. അത് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഒരു കാലഘട്ടത്തിൽ ജോയിൻ ചെയ്ത
പഠന രീതിയുടെ ഒരു ഇത് ഡിപ്ലോമാറ്റ് പഠിച്ചതും അവരുടെ സ്കൂൾ ജീവിതവും ഒക്കെ ഈ നമ്മുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇന്നത്തെ പൊതു നമ്മുടെ മന്ത്രിമാരെ അടക്കം എടുത്താൽ ഇന്ന് നിലവിലുള്ള കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റിന്റെ ആയാലും എല്ലാ മന്ത്രിമാരും ഒക്കെ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥി രംഗത്തും യുവജന രംഗത്തും വർക്ക് ചെയ്തതിന്റെ ഫലമായിട്ട് കയറിയ അറിവിന്റെ ഫലമായിട്ടാണ് ഈ സ്ഥാനമാനങ്ങളിൽ എത്തുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെണ്ണിക്കവരീസും സംഘടിതമായ പോരാട്ടത്തിലും നമ്മളോടൊപ്പം നിൽക്കാനും ALRCയോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ പോരാട്ടത്തിലും പങ്കാളിയാകാനും കഴിഞ്ഞിട്ടുണ്ട്. അതും നമ്മളുടെ ഒരു വിജയകരമാണ്. അങ്ങനെയുള്ള സഹാക്കള് നമ്മുടെ കൂടെ നിന്ന് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പുതിയ സഹാക്കളെ, പുതിയ ലോക പൈലറ്റുമാരെ നമ്മുടെ കൂടെയിലേക്ക് ആനയിക്കാൻ ഇത്തരത്തിൽ ചങ്കുറപ്പാട് കൂടി നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറാക്കാനുള്ള ഒരു വേദിയായിട്ട് നമ്മൾക്ക് എന്നെ മാറ്റണം. ഈ അവസരത്തിൽ ഈ അദ്ദേഹത്തിന് ഈ പറയുന്ന പെൻഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും എല്ലാ വിദേശം വരാം. പെരുമ്പാവൂർ വരെയേ ഉള്ളൂ, തീർച്ചയായിട്ടും സമയമുണ്ട്. അവിടുന്ന് വെറുതെ തീർച്ചയായിട്ടും വന്ന് നമ്മളോടൊപ്പം സഹകരിക്കുകയും നമ്മുടെ പ്രവർത്തകരോടൊപ്പം കൂടുകയും ഓരോ കാര്യങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അഹോരാത്രം ALRC ചിന്തിക്കുകയും സംഘടനയുടെ സോണൽ വൈസ് പ്രസിഡന്റുമായ PK ഹരീഷിനെ അടുത്ത ആശംസകൾ നേരുന്നതിന് വേണ്ടി ക്ഷണിച്ചോളൂ. സഹാബിസുന്ദരം, ഇന്നത്തെ വിശിഷ്ടാതിഥി വെള്ളിച്ചേട്ടൻ, സംഘടനയുടെ സെൻട്രൽ കമ്മിറ്റി ചുമതലയായ സെക്രട്ടറി സ്വാമി, ഡിവിഷൻ പ്രസിഡന്റ് സെക്രട്ടറി ഹരീഷ്കുമാർ, വേദിയിലും സദസ്സിലിരിക്കുന്ന എൻ്റെ സീനിയറായിട്ടുള്ള വിശിഷ്ടത്തിലെ സഹാക്കളെ, കുറേയധികം സമയം സോമചേട്ടൻ അലങ്കരിച്ചു. നമുക്ക് ഈ പരിപാടികളെ വളരെയധികം സമയം പോയി. ഇതൊരു സംഘടനയെ കുറിച്ചോ നമ്മുടെ വേറെ അതിനെ കുറിച്ചോ പറയാനുള്ള സംക്ഷിപ്തമായ സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ല, ഒട്ടുമില്ല. എന്തായാലും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സംഘടനയുടെ മുന്നിൽ ഈ മുമ്പ് സംസാരിച്ച സോമചേട്ടനെ കുറിച്ച് പറഞ്ഞു, പുതിയ തലമുറയുടെ കുറച്ച് അഭാവവും ഒക്കെ ഉണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ പോലും സോമചേട്ടൻ അറിയാത്തതാണെങ്കിലും എനിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയേണ്ടതുമായതുകൊണ്ട്, പുതുതലമുറയിൽ ഒരാൾ ഇതേമാതിരി പെട്ടെന്നൊരു അസുഖം വന്ന് എന്ത് ചെയ്യുമെന്ന് ആകെ വ്യാകുലപ്പെട്ടപ്പോൾ, ആളുടെ പേര് പറയുന്നില്ല, സംഘടന തന്നെയാണ് മുന്നോട്ട് വന്നത്. സാധാരണ നമ്മുടെ ഈ ALRCക്ക് മാത്രമായിട്ടുള്ള ഒരു ഇതാണ് LWA ഫണ്ട്. ഉടനെ തന്നെ LWA ഫണ്ട് കൊടുത്തും പുള്ളിയുടെ പെട്ടെന്നുള്ള ആവശ്യത്തിന് ആ അസുഖത്തെ ഭേദമാക്കാൻ വേണ്ടിയുള്ള പൈസ കൊടുത്തത് സംഘടനയാണ്. എന്ന് മാത്രമല്ല, അടുത്ത ദിവസങ്ങളിലായിരുന്നു LWAയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് LWAയുടെ തിരഞ്ഞെടുക്കപ്പെട്ട 4-5 ലീഡർമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. LWA മാത്രമല്ല, അത് സംഘടനയാണ് അദ്ദേഹത്തിൻ്റെ ആ രോഗത്തിൻ്റെ എല്ലാതും ഏറ്റെടുത്തിരുന്നത്. എന്തുണ്ടായാൽ പോലും സംഘടന അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവുമെന്നും ഏതറ്റം വരെ ചികിത്സിക്കാനുള്ള അതിനും സംഘടന ഒപ്പം ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പുതിയൊരു തലമുറയിലുള്ള ഒരാളാണ്. എന്നാലും കുറച്ച് ആൾക്കാരുടെ എണ്ണം കുറവുണ്ട്, ഞാൻ ഇല്ലാന്ന് ഞാൻ പറയില്ല. ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പഴയ മാതിരി തന്നെ ഗോൾഡ്, അതായത് ഇതാണ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞ് വന്ന ഞാനും അങ്ങനെയൊന്നുമല്ല. 97 തൊട്ട് 2001 വരെയൊക്കെ ഏകദേശം മദ്രാസ് ലോട്ടറിയുമ്പോഴും ALRCക്കാരനായിരുന്നു. പക്ഷെ കോറായിട്ടൊന്നും അങ്ങനെയൊന്നും എനിക്ക് വരുന്നില്ല. പിന്നെ അതിനുശേഷം ഇവിടെയൊക്കെ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെയാണ് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയെല്ലാം ചെയ്താലേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയത്. ഞാനിപ്പോൾ അത്ര വലിയ കോളാണ് എന്ന് ഇപ്പോഴും മുമ്പിൽ അങ്ങനെ ആരായിട്ട് പറയില്ല. സംഘടനയുടെ പല കാര്യങ്ങളിലും ഇപ്പൊ നമ്മുടെ മൈലേജ്
കിട്ടാനുള്ള ഒരു പോരാട്ടത്തിലാണ്, വേണമെന്നുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക. അത് അത് തരുന്നില്ല എന്ന് മാത്രമല്ല, സംഘടനയിലെ ആൾക്കാർ ഒരു ട്രെയിനിങ്ങിന് പോയാൽ ZTTGയിൽ 190 രൂപയാണ് ഒരു ദിവസം കൂപ്പൺ. അത് 306 രൂപയായി. 25% എന്നല്ല കൂട്ടിയത്. 25% നമ്മുടെ മൈലേജ് കൂട്ടണമെന്ന് പറയുമ്പോൾ അത് തരാത്ത അഡ്മിനിസ്ട്രേഷൻ ഏകപക്ഷീയമായി തന്നെയാണ് ഓരോ അവർക്ക് കൂട്ടേണ്ട കാര്യങ്ങളൊക്കെ അവർ കൂട്ടുന്നുണ്ട്. അപ്പോൾ എതിർപ്പുണ്ടായാൽ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാതെയുള്ള സമരങ്ങൾ ഉണ്ടാവാതെ ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. നമുക്ക് കിട്ടിയതെല്ലാം പലതും ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോമചേട്ടൻ പറഞ്ഞു, നമ്മുടെ ലേബർ കോഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതെല്ലാം പറഞ്ഞാൽ ഒരു ദിവസം സംസാരിക്കാനുള്ളതാണ്. 4 കോടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ അത് ഒന്നുകൂടെ സംസാരിച്ചാൽ തീരില്ല. അത് വേറെ ദിവസം തന്നെയായാലും നമുക്ക് നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രത്യേക ക്ലാസ്സുകൾ തന്നെ നടത്തണം. അത് തന്നെയാണ്. എന്തായാലും ഈ അവസരത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, റിട്ടയറായി, എനിക്ക് പെൻഷനായി, എനിക്ക് എൻ്റെ പെൻഷൻ കൃത്യമായി കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റാവുന്ന ഒരു അവസ്ഥയല്ല. 8th പേ കമ്മീഷന്റെ അതിന്റെ കൊടുത്തുള്ള ഇതില് പെൻഷനുകാർക്ക് പ്രത്യേകിച്ച് ഗുണമുള്ള തരത്തിലല്ല. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് പെൻഷൻ തരും എന്ന് ഇരുന്നാൽ അവൻ വിചാരിച്ചാൽ അതൊരു മിഥ്യാധാരണയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കാലം പെൻഷന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട പെൻഷന് വേണ്ടി, അതിനു വേണ്ടിയുള്ള പൊരുതാനുള്ള പോരാട്ടങ്ങളിലും ബെന്നിച്ചേട്ടൻ ഉണ്ടാകണം. അതിനുള്ള ശ്രമം ബെന്നിച്ചേട്ടൻ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബെന്നിച്ചേട്ടനും ബെന്നിച്ചേട്ടൻ്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഹരീഷ്. അടുത്ത ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ട്രിവാൻഡ്രം ഡിവിഷനെ മികച്ച രീതിയിൽ നയിച്ചുകൊണ്ടുപോകുന്ന ഡിവിഷണൽ പ്രസിഡന്റ് NN ഗിരീഷിനെ ക്ഷണിച്ചുകൊള്ളും. ഈ സ്നേഹാദ്ര ചടങ്ങിൻ്റെ അധ്യക്ഷൻ സുന്ദരം, സെൻട്രൽ കമ്മിറ്റി അംഗം PN സ്വാമി, ഇന്നത്തെ വിശിഷ്ട വ്യക്തികളായിട്ടുള്ള നമ്മുടെ സ്വീകരണ ഏറ്റുവാങ്ങാനായി ഇവിടെ എത്തിയിട്ടുള്ള സഖാവ് ബെന്നി കെ വർഗീസ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, റിട്ടയറായിട്ടും സർവീസിലുള്ളവരെക്കാൾ ഏറെ ചുരുക്കോടെ നമ്മുടെ സദസ്സിനെ അലങ്കരിക്കുന്ന റിട്ടയറായിട്ടുള്ള നമ്മുടെ ഗുരുജനങ്ങൾ, കുടുംബാംഗങ്ങൾ, ബെന്നി കെ വർഗീസിൻ്റെ പ്രിയ പത്നി, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വാലന്റൈൻസ് ഡേ ആണ്. പ്രായഭേദമന്യെ പ്രണയിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ പ്രത്യേക ആശംസകൾ. പ്രത്യേകിച്ച് റണ്ണീസാറിന്റെ പ്രണയം തുടങ്ങുന്നത് റിട്ടയറായതിനു ശേഷമായിരിക്കും. കാരണം എന്തെന്നാൽ നമ്മൾ കണ്ടുവരുന്നത് റിട്ടയറായ ശേഷം ഓരോരുത്തരും വിദേശ പര്യടനത്തിലാണ്. അതായത് ഇന്ത്യയിലുള്ള സ്ഥലങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ വിദേശത്തുള്ള സ്ഥലങ്ങൾ കാണാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. ഈ റിട്ടയർ ആവുന്നതിന്റെ 1 മാസം മുമ്പാണ് ബെന്നി കെ വർഗീസ് പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹവും ഇനി കുടുംബത്തോടൊപ്പം വിദേശ പര്യടനത്തിനുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ മകൾ വിവാഹിതയാണ്. മകൻ നല്ല രീതിയിൽ അദ്ദേഹം ഒരു ടീച്ചറാണ്. അദ്ദേഹത്തിന്റെ കഴിവ് നമ്മുടെ ലോക ശ്രദ്ധ ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അദ്ദേഹം സ്വയം പര്യാപ്തമാണ്. അദ്ദേഹത്തിന് ഇനി സ്വന്തമായി അത് തീരുമാനമെടുക്കാൻ എവിടെ വേണമെന്നും കറങ്ങിയെടുക്കാനുള്ള സാഹചര്യമാണ്. പിന്നെ 2026 എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ നഷ്ടങ്ങളുടെ വർഷമാണ്. 26 പേരാണ് 2026 റിട്ടയർ ആയിരിക്കുന്നത്. അതിൽ തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു മഹനീയ വ്യക്തിയാണ് ബെന്നി കെ വർഗീസ്. ജനുവരി മാസം തന്നെ തുടക്കമിട്ട് കഴിഞ്ഞു.
ഇപ്പം നിലവിലുള്ള പൊസിഷനിൽ തന്നെ ഒരാൾക്ക് പോലും ലീവ് കൊടുക്കാൻ പറ്റത്തില്ല, റെസ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ മാസം ചെല്ലുന്നതോറും ഓരോ കൊഴിഞ്ഞുപോക്ക് നമ്മൾ നേരിടാൻ വേണ്ടി സജ്ജമായിരിക്കുകയാണ്. 2026 അവസാനത്തോടെ ഏതെങ്കിലും തീരുമാനമാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. പുതിയൊരു ബാച്ച് ട്രെയിനിങ്ങിലുണ്ട്. അതിനകത്ത് നിന്ന് കുറച്ചുപേരെ കോൺട്രിബ്യൂഷനിലേക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഓരോരുത്തരും അന്ന് ലീവ് എടുക്കാം, അന്ന് നമുക്ക് കറങ്ങി നടക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുന്നു. പിന്നെ അധ്യക്ഷൻ പറഞ്ഞ പോലെ വില സൂചിക ഓരോ 6 മാസം കൂടുമ്പോഴും വില സൂചിക പബ്ലിഷ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബെന്നി ഗവർഗീസ്. ആ വില സൂചിക ആധാരമായിക്കൊണ്ടാണ് നമുക്ക് സർവീസിലുള്ളവർക്കും റിട്ടയർ ആയിരിക്കുന്നവർക്കും DA ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയും തുടരണം. റിട്ടയർ ആയ ശേഷവും ആ വില സൂചിക പബ്ലിഷ് ചെയ്യുകയും അതുവഴി സർക്കാരിന് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം കളിയാക്കുന്നതല്ല, പല പല കാര്യങ്ങളും ഗ്രൂപ്പിൽ ഈ പറഞ്ഞ ചവർ വാരിയിടാതെ കൃത്യമായ ഇൻഫർമേഷൻ നൽകുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞതാണ്. ഇപ്പോൾ റിട്ടയർമെന്റിന് കാര്യം പറഞ്ഞു 26 പേര് ഈ വർഷം റിട്ടയറാണ്. പിന്നെ പല ആൾക്കാരും VRS അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് VRS തരും എന്നുള്ള പരീക്ഷയിൽ VRS അപ്ലൈ ചെയ്തിട്ടുണ്ട്. LPMല്, LPPയില്, ഷണ്ടർമാരില്, ALPമാരില് അവരെ VRS അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അവർക്കെല്ലാം ഈ വർഷം VRS കിട്ടും എന്ന ഒരു പ്രതീക്ഷയിലാണ് അവരെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ബെന്നി ഗവർഗീസ് സർവീസിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആകെ ഒരു പരാതി ലിങ്കിനെ പറ്റി മാത്രം ഉണ്ടായിരുന്നു. മറ്റുള്ള കാര്യങ്ങളിലൊന്നും തന്നെ അദ്ദേഹത്തിന് കാര്യമായ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. സംഘടനയെ സംബന്ധിച്ചോളം യാതൊരു ബുദ്ധിമുട്ടും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. ഇതുവരെ സംഘടന ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എല്ലാ സമരങ്ങളിലും അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിന് പ്രത്യേക നന്ദിയുണ്ട്. അതുപോലെ ഇനിയുള്ള വിശ്രമ ജീവിതം അദ്ദേഹത്തിനും കുടുംബത്തിനും സന്തോഷപ്രദമായിട്ട് സമാധാനപരമായിട്ട് ആരോഗ്യമായിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു കൂടി വാലന്റൈൻസ് ഡേ ആശംസിച്ചുകൊണ്ടുള്ള നന്ദി, നമസ്കാരം. പ്രിയ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ TC സുന്ദരം, സംഘടനയുടെ അഖിലേന്ത്യ സോണൽ ഡിവിഷണൽ ബ്രാഞ്ച് നേതാക്കളെ, പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഏറ്റവും പ്രിയങ്കരനായ ബെന്നി ഗവർഗീസ്, ഷീന, ജുവൽ, സാന്ദ്ര, അഖിൽ, പ്രിയപ്പെട്ടവരെ, എനിക്ക് മുമ്പേ സംസാരിച്ചവർ പറഞ്ഞതെല്ലാം ശരിയാണ്. അതൊന്നും ഞാൻ രണ്ടാമത് ആവർത്തിക്കില്ല. ഒരു സംഘടനയുടെ വളർച്ച എന്ന് പറയുന്നത് ആൾബലം കൊണ്ടും അത് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ടും അത് നടത്തുന്ന പ്രതിഷേധങ്ങൾ കൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത് പോലെ തന്നെയാണ് ആ സംഘടനയുടെ ഭൗതികമായ വളർച്ച. ആ ഭൗതികമായ വളർച്ചയിൽ നൽകിയ സംഭാവനകൾക്ക് നന്ദി അല്ലെങ്കിൽ ആദരവ് രേഖപ്പെടുത്തണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. നേരത്തെ സംസാരിച്ചവരെല്ലാം പറഞ്ഞു ബെന്നി ഗവർഗീസ് ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില ക്രൊയേഷ്യയിൽ എത്രയാണ്, വെനിസ്വേലയിൽ എത്രയാണ്, സൗദി അറേബ്യയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ ബെന്നി ഗവർഗീസ് പറയും. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ നിലകളും നിഫ്റ്റിയും ഒക്കെ പറയാൻ പ്രാപ്തിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ബാങ്ക് എംപ്ലോയിയുമാണ്. സാമ്പത്തികമായി അത്ര ഭദ്രമല്ലാത്തൊരു പശ്ചാത്തലത്തിലല്ല ബെന്നി ഗവർഗീസിൻ്റെ റെയിൽവേയിൽ വന്നതിന് ശേഷമുള്ള ജീവിതം. സാമ്പത്തികമായി അത്യാവശ്യം ഭദ്രമായത് തന്നെയാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തിക നില എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ സുരക്ഷിതമായ സേവിങ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ നമ്മളുടെ കയ്യിലുള്ള സമ്പത്ത് വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിനും ഭാര്യയ്ക്കുമൊക്കെ നല്ല ബോധ്യമുണ്ടായി. അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വ്യത്യസ്തമായ ചിത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുള്ളത് കൊണ്ടും അതെൻ്റെ കടമയാണെന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ ഇന്ന് ഇവിടെ വരാൻ നിർബന്ധിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ക്ഷണമുണ്ടായിരുന്നു, പ്രൈസ് സെക്രട്ടറി ക്ഷണമുണ്ടായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു വാക്കുണ്ട്, സംഘടനയുടെ ഭൗതികമായ വളർച്ച. ട്രിവാൻഡ്രം ഡിവിഷനിലെ നേതാക്കന്മാർ അഖിലേന്ത്യാ തലത്തിലും സോണൽ തലത്തിലുമൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു ഓഫീസാണ്. ഇത്രയും നല്ലൊരു ഓഫീസ് മറ്റൊരു സ്ഥലത്തും ഓൾ ഇന്ത്യ ലോക്കൽ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ഇല്ല. ഇതിൻ്റെ തുടർന്ന് പല സ്ഥലങ്ങളിലും ഓഫീസുകൾ വന്നു.
ചിലതൊക്കെ ഇതിനേക്കാളൊക്കെ വലുതാണെങ്കിലും 2015 ഇത്രയും സൗകര്യങ്ങൾ നിറഞ്ഞ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കെട്ടിടം പണിതുയർത്താൻ കഴിഞ്ഞത് ട്രിവാൻഡ്രം ഡിവിഷനിലെ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന് മാത്രമാണ്. അതിൻ്റെ പേരിൽ നമ്മുടെ നേതൃത്വം എവിടെ ചെന്നാലും അഭിനന്ദനം ഏറ്റുവാങ്ങാറുണ്ട്. അവർക്ക് സ്വയം അഭിമാനം തോന്നുകയും ചെയ്യാറുണ്ട്. ഇന്നത്തെ അത്രയും സാമ്പത്തിക നില മെച്ചമല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ സാമ്പത്തിക സമാഹരണത്തിൽ, ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ സാമ്പത്തിക സമാഹരണത്തിൽ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള പലരിൽ ഒരാളാണ് ഞാൻ. അക്കാലത്ത് ഈ സാമ്പത്തിക മേഖലയിൽ വിദഗ്ധനായിരുന്ന ബെന്നി ഗവർഗീസ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രോജക്റ്റുകൾ നടത്തിയിട്ടുണ്ട്, എന്തെല്ലാം സംവിധാനങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ട്, അതിലെല്ലാം ഏറ്റവും ആദ്യം അതിൽ പങ്കുചേരുന്ന, അതായത് കാശ് തരണം, ക്യാഷായിട്ട് വാക്കുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല, ആ ക്യാഷ് തന്നുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്ത ഒരു 10 പേരുടെ ലിസ്റ്റ് എൻ്റെ മനസ്സിലുണ്ട്. 5-6 പേരൊക്കെ റിട്ടയറായി, ഇനി 3-4 പേര് സർവീസിലുള്ളൂ. അതിലൊരാളാണ് ബെന്നി ഗവർഗീസ്. അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ നഷ്ടമുണ്ടാകുമെന്നോ, ഈ ഇത്രയും സാമ്പത്തികമായി പഠിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു സംരംഭത്തിനായിട്ട് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം തൻ്റെ വിഹിതം നൽകാനുള്ള ഒരു വലിയ മനസ്സ് കാണിച്ചത് കൊണ്ടുകൂടിയാണ് അങ്ങനെ പലരും ഇങ്ങനെയൊരു ഭംഗിയുള്ള കെട്ടിടത്തിൽ നമുക്ക് അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ നടത്താൻ കഴിയുന്നതും ആ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ഈ വേദിയിലിരുന്ന് ഏറ്റുവാങ്ങാനുള്ള ഏറ്റവും അർഹതയുള്ള ഒരാളുമാണ് ബെന്നി ഗവർഗീസ് എന്നുള്ളതും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം അത് പറയേണ്ടതിൻ്റെ കടമയുമാണ്. ബെന്നി ഗവർഗീസ് വരുന്ന ആ കാലഘട്ടത്തിൽ റെയിൽവേ എന്ന് പറയുന്നത് ലോകത്തിൽ ഇപ്പോഴും 4ാമത്തെ വലിയ സംരംഭം. ഈ റെയിൽവേയുടെ വിലയൊക്കെ തിരിച്ചറിയുന്നത് ഒരു കോൺഗ്രസ് തര ഗവൺമെൻറ് 1977 വരുമ്പോഴാണ്. 1977 ജനതാ ഗവൺമെൻറ് വരുന്നു. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി, അടൽ ബിഹാരി വാജ്പേയി വിദേശകാര്യമന്ത്രിയായി, എച്ച്.എം. പട്ടേൽ ധനകാര്യമന്ത്രിയായി, അതും ജഗജീവൻ റാം പ്രതിരോധ മന്ത്രിയായി, ചൗധരി ചരൺ സിംഗ് കൃഷിമന്ത്രിയായി, റെയിൽവേ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന ജോർജ് ഫെർണാണ്ടസ് പോലും റെയിൽവേ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം വ്യവസായ വകുപ്പാണ് ഏറ്റെടുത്തത്. അപ്പോൾ റെയിൽവേ ഏറ്റെടുക്കാൻ പ്രമുഖരാരും രംഗത്ത് വരാതിരുന്ന കാലത്ത് ഒരു സോഷ്യലിസ്റ്റായിരുന്ന മധു ദന്തവാദയാണ് റെയിൽവേ എന്ന് പറയുന്ന വകുപ്പ് ഏറ്റെടുക്കുന്നത്. അന്നത്തെ റെയിൽവേ എന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ വളരെ പരിമിതമായിരുന്ന ഒരു റെയിൽവേ ആയിരുന്നു. അന്ന് റെയിൽവേയുടെ ഒരു പരിഗണന, അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു യാത്രാ സംവിധാനം എന്നുള്ളൊരു പരിഗണനയൊന്നും അന്നത്തെ ഭരണകൂടമൊന്നും റെയിൽവേയോട് കാണിച്ചിരുന്നില്ല. ഭരണകൂടങ്ങൾ തുടർച്ചയായിട്ടുള്ള ഭരണവുമായി മധുദന്തവാദ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ്, വളരെ കുറച്ച് സോഷ്യലിസ്റ്റുകളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സോഷ്യലിസ്റ്റുകൾ ഇന്ത്യയിലുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. മധുദന്തവാദ റെയിൽവേ മന്ത്രിയായി ചാർജ് എടുത്ത സമയത്ത് തീർച്ചയായിട്ടും ഒരു പുതിയ വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ പത്രപ്രവർത്തകർ അദ്ദേഹത്തിന് ചുറ്റും കൂടും. ആ പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഉയർന്ന ക്ലാസ്സുകളിൽ അന്ന് നടത്താൻ പോകുന്ന വ്യത്യാസം? ചോദ്യം അതായിരുന്നു, ഉയർന്ന ക്ലാസ്സുകളിൽ അന്ന് എന്ത് വ്യത്യാസമാണ് വരുത്താൻ? അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മറുപടിയാണ്. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ വായിച്ചത്, ഉയർന്ന ക്ലാസ്സുകളുടെ സൗകര്യങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിലല്ല എൻ്റെ ശ്രദ്ധ, മറിച്ച് താഴ്ന്ന ക്ലാസ്സുകളുടെ സൗകര്യങ്ങൾ എത്രത്തോളം ഉയർത്താൻ കഴിയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിന് കാരണമായിട്ട് പറഞ്ഞത് ഇന്ത്യയുടെ നാഡീ ഞരമ്പാണ് റെയിൽവേ എന്ന് പറയുന്നത്. അത് ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ഗുവാഹട്ടി മുതൽ തിരുവനന്തപുരം വരെ ഒക്കെ നീണ്ടു നിൽക്കുന്ന വളരെ വലിയൊരു സംവിധാനം. അതിലേറെ പേര് യാത്ര ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ്സിലെ AC-യിലുമല്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ. അതുകൊണ്ട് അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലാണ് ഞാൻ മുന്തിയ പരിഗണന നൽകുന്നു അന്ന് അദ്ദേഹം പറയുകയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആദ്യം ചെയ്തത് ഈ തടി പലകകളായിരുന്നു അന്നത്തെ ജനറൽ കോച്ചുകൾ. അതിന് യാത്ര ചെയ്തിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഇവിടെ ഉണ്ടാകും. തടിയുടെ പലകകളായിരുന്നു അന്നത്തെ സീറ്റുകൾ. ആ സീറ്റുകൾ മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം നടത്തിയ വ്യത്യാസം എന്ന് പറയുന്നത്, വരുത്തിയ വ്യത്യാസം. രണ്ടാമതായിട്ട് അദ്ദേഹം ചെയ്തത് കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ കൊണ്ടുവരുന്നതും ഈ മധുദന്തവാദ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റാണ്. അതോടുകൂടിയാണ് റെയിൽവേയിൽ പരിഷ്കരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ റെയിൽവേയിലാണ് ബെന്നി ഗവർഗീസ് ജോലി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ബെന്നി ഗവർഗീസ് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകളും അമൃത് ഭാരത് ട്രെയിനുകളും അമൃത് സ്റ്റേഷനുകളുമായിട്ട് റെയിൽവേ വളരെയധികം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപരിവർഗത്തിൻ്റെ യാത്രാ മാധ്യമമായിട്ട് ഉപരിവർഗത്തിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് റെയിൽവേ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബെന്നി ഗവർഗീസ് റിട്ടയർ ആകുന്നത്. ഞാനിത് പറയുന്നത് എൻ്റെ അടുത്തുള്ള, ഞാനൊരു 2 ലെവൽ ക്രോസുകൾക്ക് നടുവിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് ടൗണിലേക്ക് പോകണമെങ്കിൽ ഈ ലെവൽ ക്രോസ് കടന്നാലേ ടൗണിലേക്ക് പോകാൻ സാധിക്കും. ഈ വന്ദേ ഭാരതിന് വേണ്ടി ഒരു
സ്റ്റേഷൻ അഡ്വാൻസ് ബ്ലോക്ക് ചെയ്യണമെന്നാണ്. ആ ലെവൽ ക്രോസിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പ്രായക്കാരായ രണ്ടുപേരും എൻ്റെ അടുത്തുണ്ടായിരുന്നു. അവർ തമ്മിൽ നടത്തിയൊരു സംസാരം ഞാൻ ശ്രദ്ധിച്ചു. അവർ പറഞ്ഞത് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ അവൻ ചോദിച്ചാൽ എന്താണ് ഈ വന്ദേ ഭാരതൊക്കെ ഇങ്ങനെ ചേരിപ്പാഞ്ഞ് പോകുന്നത് കാണാനുള്ള ഭാഗ്യമെങ്കിലും നമുക്കുണ്ടായല്ലോ. ഒരു ഹൃദയസ്പർശിയായ ഒരു ഡയലോഗായിട്ട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞത് മതതന്ത്രവാദം വിഭാവനം ചെയ്ത സാധാരണക്കാരൻ്റെ യാത്രാമാധ്യമം എന്നുള്ളതിൽ നിന്നും മാറി ഇത് ഉപരിവർഗത്തിൻ്റെ യാത്രാമാധ്യമമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും താങ്കൾ ചെയ്ത സേവനം, താങ്കൾ വന്ന കാലത്തുള്ള സേവനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാവായിരുന്നു റെയിൽവേ. ഇന്ത്യയിൽ ഏതൊരു സാധാരണക്കാരനും എത്ര തിങ്ങി നിറഞ്ഞ ട്രെയിനുകളിലും ഓടിക്കയറി യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നത് റെയിൽവേയാണ്. ഒരുപക്ഷെ ഈ ഉപരിവർഗത്തിൻ്റെ റെയിൽവേ ആയിരുന്നെങ്കിൽ ഇന്ത്യ വിഭജനത്തിൻ്റെ കാലത്ത് 1947 പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രെയിനുകൾ ഗിഫ്റ്റായിട്ട് പാകിസ്ഥാൻ വിടുന്നുണ്ട്. അന്നത്തെ ജിന്ന ആ ട്രെയിനിൻ്റെ വശങ്ങളിലും മുകളിലുമൊക്കെ ആൾക്കാർ തൂങ്ങി നിറഞ്ഞു വന്നാണ് ഇന്ത്യയിലേക്ക്, ഇന്ത്യയാണ് എൻ്റെ രാജ്യം എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ റെയിൽവേ ആയിരുന്നെങ്കിൽ അവർക്ക് വരുവാൻ സാധിക്കുമായിരുന്നില്ല. ആ ഒരു വ്യത്യാസം വല്ലപ്പോഴുമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മളിത് സാധാരണക്കാരൻ്റെ യാത്രാ മാധ്യമം എന്നുള്ള നിലയിൽ നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതല്ലേ എന്നുള്ളതും, ഒപ്പം തന്നെ താങ്കൾ ചെയ്ത സേവനം ഇന്ത്യയെ ഒരു സേവനമായിരുന്നു, അതൊരു രാജ്യസേവനമായിരുന്നു. ആ രാജ്യസേവനത്തിന് വേണ്ടിയാണ് 37 വർഷങ്ങൾ പ്രവർത്തിച്ചതെന്നുള്ള ഒരു അഭിമാന ബോധം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കും താങ്കൾക്കുണ്ടാകണം. ആ ഓർമ്മകളായിരിക്കണം ഇനി അയവർക്കേണ്ടത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ്റെ, ഒരു തൊഴിലാളിയുടെ സകലവിധ പ്രശ്നങ്ങളിൽ, അവൻ്റെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ അന്വേഷിച്ചിറങ്ങുന്ന ഒരു തൊഴിലാളി സംഘടനയുടെ ഭാഗമായിട്ടാണ് താങ്കൾ 37 കൊല്ലം ജീവിച്ചത്, പ്രവർത്തിച്ചത്, നിലകൊണ്ടത് എന്നുള്ളത് ഒരു അഭിമാനമുള്ള ചിന്തയായിട്ട് വരും കാലങ്ങളിൽ താങ്കൾക്കുണ്ടാകട്ടെ. ഒപ്പം തന്നെ ഏതൊരു സൗഹൃദത്തെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബെന്നി കെ വർഗീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരിക്കലും എല്ലാവരും ആർക്കെങ്കിലും ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹം ആരെങ്കിലൊക്കെ വിളിച്ച് മണിക്കൂറുകളോ ഫോണിൽ നിനക്ക് സുഖമാണോ അല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു പ്രകൃതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ബെന്നി കെ വർഗീസിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് 5-6 മാസം കഴിഞ്ഞ് സംസാരിക്കുമ്പോഴാണെങ്കിലും ബെന്നി കെ വർഗീസിനോട് ഇന്നലെ വൈകുന്നേരം സംസാരിച്ച് പിരിഞ്ഞതുപോലെയുള്ള ഒരു ഹൃദ്യത, ഒരു ഇൻറ്റിമസി പങ്കുവെക്കാൻ കഴിയുന്ന ഒരു അപൂർവ വ്യക്തിത്വമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പല നാളും കൂടി കാണുമ്പോഴാണെങ്കിലും മിനിഞ്ഞാന്ന് അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിലോ കണ്ടതാണല്ലോ എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ആ കണ്ണുകൾ വിടരുന്നത്, ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടരുന്നത്. ആ മനോഭാവത്തോടു കൂടി 10 ആണ്ടുകൾ താങ്കൾ ഇനിയും ജീവിതം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഇരിക്കെ തന്നെ മികച്ച ഷോർട്ട് ഫിലിമുകൾ ഒരുക്കുകയും അതിന് നിരന്തരം മികച്ച ഡയറക്ടർക്കുള്ള കണ്ടിന്യൂസ് ആയിട്ട് അവാർഡ് വാരിക്കൂട്ടിയിരുന്ന നമ്മളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു വ്യക്തിത്വ ഉടമയുമായ വി ഗോകുമാർ സാറിനെ അടുത്ത ആശംസകൾ അർപ്പിക്കുന്നതിന് വേദിയിലേക്ക് ക്ഷണിച്ചു. നന്ദി പ്രിയപ്പെട്ട രാജേട്ടൻ. മനോഹരമായ ഒരു ആശംസാ പ്രസംഗം ഇവിടെ അവതരിപ്പിച്ചത് ആരാധനായ അധ്യക്ഷൻ ശ്രീ സുന്ദര സാർ, നമ്മുടെ സ്നേഹകരവ് ഏറ്റുവാങ്ങുന്ന ഏറെ പ്രിയപ്പെട്ട ബെന്നിച്ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ, ഏവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നത് ബെന്നിച്ചേട്ടനാണെങ്കിലും ഞാൻ ഒരു ആദരവ്, വേറൊരാൾക്ക് വേണ്ട ഒരു ആദരവ് ഇവിടെ അർപ്പിക്കുകയാണ്. ഏവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ സുന്ദരൻ സാറ് മികച്ച നടനുള്ള ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. 17ാമത് പ്രശസ്തനായ മഹാനായ കലാകാരനായ ശ്രീ ഭരതന്റെ പേരിൽ നടക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ 17ാമത്തെ ഫെസ്റ്റിവലിൽ മികച്ച നടനായി അദ്ദേഹത്തിന് മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുന്നു. അതോടൊപ്പം നമ്മുടെ ഡിവിഷണൽ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പ്രണയിക്കുക എന്നത് രണ്ടീഷ് സാറിനെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെന്റിന് ശേഷമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ പ്രണയം എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഭർത്താവിന് ഭാര്യയോടുള്ള പ്രണയം,
ആ ഒരു പ്രണയം രണ്ടീ സാബിനെ സംബന്ധിച്ചിടത്തോളം പെൻഷനായതിനു ശേഷം മാത്രമേ നടക്കുന്നുള്ളൂ. അതിനുള്ള സമയമില്ല. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാത്രമല്ലല്ലോ പ്രണയം. പ്രണയം എന്ന് പറയുന്നത് നമുക്ക് നമ്മോട് പ്രണയം തോന്നണം, നാം ചെയ്യുന്ന ജോലിയോട് പ്രണയം തോന്നണം, നമ്മുടെ സമൂഹത്തോട് പ്രണയം തോന്നണം, നമ്മുടെ ചുറ്റുപാടുകളോട് തോന്നണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ ഒരു നല്ലൊരു വ്യക്തിയായി, നല്ലൊരു വ്യക്തിത്വമായി ജീവിതം നയിക്കാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ട ബെന്നിച്ചേട്ടൻ അദ്ദേഹം ചെയ്യുന്ന ജോലിയെ അഗാധമായി പ്രണയിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോടൊപ്പം ഒത്തിരി വണ്ടികൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി ഒത്തിരി വണ്ടികൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം അദ്ദേഹം ചെയ്യുന്ന ആ ജോലിയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയം, ആത്മാർത്ഥമായ പ്രണയം. ജോലിയിൽ യാതൊരുവിധ കുഴപ്പങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടം നമുക്കറിയാം. CMS ഒന്നുമില്ലാത്ത, ബയോമെട്രിക് സൈനോൺ ഇല്ലാത്ത, ബ്രീത്തലൈസർ ഇല്ലാത്ത ഒരു സുന്ദരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പാസഞ്ചർ ലിങ്കിൽ ഞങ്ങൾ ഒത്തിരി വണ്ടികൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് 339 പാസഞ്ചർ, ഇപ്പോഴത്തെ 56-319. അത് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആലപ്പുഴയിൽ ഒരു ദിവസത്തെ റെസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിൽ സിനിമ കാണാൻ പോകും. നമ്മൾ രസാന്തരം കാണാൻ പോയതും ഞങ്ങൾ 3 പേര് ബൈക്കിൽ പോയപ്പം SPയുടെ സ്ക്വാഡ് പിടിച്ചതൊക്കെ ആയിട്ടുള്ള കുറേ രസകരമായ കഥകൾ, അനുഭവങ്ങളുണ്ട്. അത്രയ്ക്ക് വളരെ മനോഹരമായിരുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള റെയിൽവേ വർക്കിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ സംസാരിച്ചത് പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ആ ഒരു അഗാധമായ അറിവും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സും. ശരിക്കും പറഞ്ഞാൽ ബെന്നിച്ചേട്ടൻ്റെ മെസ്സേജ് കാത്തിരിക്കും കേന്ദ്ര സർക്കാർ DA പ്രഖ്യാപിക്കാൻ. അത് ഒരു വ്യത്യാസം സംഭവിക്കാറില്ല. അദ്ദേഹം ഇടുന്ന അതേപോലെ തന്നെ ആയിരിക്കും DA വരുന്നത്. ഞാൻ അധികം തീർപ്പിക്കുന്നില്ല, കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ സോമൻചേട്ടൻ തന്നെയാണെങ്കിലും റോഡ് സാറിൻ്റെ അഭാവം ശരിക്കും നികത്തി. സോമൻചേട്ടൻ സംഘടനാ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് സോമൻചേട്ടൻ അവിടെ സംസാരിച്ചു. സംഘടനാ കാര്യങ്ങളൊന്നും ഇനിയിപ്പം ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, നമ്മുടെ ആ വേദി അതിനുള്ളൊരു വേദിയല്ല. ഇവിടെ ഇരിക്കുന്നവരിൽ സോമൻചേട്ടൻ തന്നെ പറഞ്ഞതുപോലെ ഭൂരിഭാഗം പേരും റെയിൽവേ സർവീസിൽ നിന്ന് വിരമിച്ചവരാണ്. അല്ലാതെ ബാക്കിയിരിക്കുന്നവരാണെങ്കിൽ പോലും അവരെയൊന്നും ഈ സംഘടനാ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ട ആൾക്കാരൊന്നുമല്ല ഇവിടെ ഈ സദസ്സിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഘടനാ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട ബെന്നിച്ചേട്ടന്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയുള്ള ഈ ALRCയുടെ തുടർ പ്രവർത്തനങ്ങളിലും ഇനിയും ഒത്തിരി സമയം കിട്ടും. അദ്ദേഹത്തിന് ധാരാളം സമയം കിട്ടും. അധികം ദൂരെയൊന്നുമല്ല താമസിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പെൻഷൻ സെല്ലുണ്ട്. നമ്മുടെ ALRCയുടെ നേതൃത്വം, നമ്മുടെ KS മണി സാറിൻ്റെ ആ ഒരു നേതൃത്വത്തിൽ ജോസഫ് ഏട്ടനും സംസുഖിയൊക്കെ നയിക്കുന്ന നല്ലൊരു പെൻഷൻ സെല്ലുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ബെന്നിച്ചേട്ടൻ്റെ വിലയേറിയ സമയം നീക്കി വെക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. പാലക്കാട് ഡിവിഷനിലായി ശക്തനായ ഡിവിഷൻ പ്രസിഡന്റായിരുന്ന എന്നാലിപ്പോൾ കാലത്ത് 9:30 ഓഫീസിൽ വന്ന് നേരം വെളുപ്പിന് 2 വരെ കുത്തിയിരുന്ന് എഴുതുകയും കാര്യങ്ങളൊക്കെ ഒരു ചിട്ടയാക്കി നടത്തി അതിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന PK അശോകനെ അടുത്ത ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. ഞങ്ങൾ 1989 ജൂലൈ 17-ാം തീയതി സർവീസിൽ കയറിയതാണ്. ആ സർവീസിൽ കയറിയത് മുതൽ ഇന്ന് വരെയുള്ള ഔദ്യോഗിക ജീവിതത്തിനിടയിലും അതിനുശേഷമുള്ള ജീവിതത്തിലൊക്കെ നിരന്തരമായിട്ട് സുഹൃത്ത് ബന്ധങ്ങൾ പുലർത്തി പോന്നിട്ടുള്ള ഒരാളാണ് ബെന്നി. ആദ്യമായിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ആശംസകൾ നേരുകയാണ്. ബെന്നി AK വർഗീസും ഞാനും എൻ്റെ ബാച്ച്മേറ്റ്സും ഒക്കെ റെയിൽവേയിൽ വന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭീകരമായിരുന്നു. അതിനേക്കാളും ഭീകരമായിട്ടുള്ള അവസ്ഥ റെയിൽവേയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. 1981 ALRC ഒരു എടുത്തുചാട്ടിയോടുള്ള ഒരു സമരം നടത്തി. ആ എടുത്തുചാട്ടത്തിന് ഒത്തിരി ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. അതോടൊപ്പം തന്നെ നമുക്ക് ധാരാളം നഷ്ടങ്ങളും തിരിച്ചടികളും ഒക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. ആ വരുന്ന സമയത്ത് പരസ്പരം സംസാരിക്കാൻ തന്നെ ഭയം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഏത് സമയത്തും ഭയമായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് വർക്കിംഗ് ചെയ്യാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈറോഡ് ഗ്രൂപ്പ് ബുക്കിങ്ങിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ ഭിത്തികളിലൊക്കെ ഇഷ്ടിക കൊണ്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്.
അവിടുത്തെ ട്രേഡ് യൂണിയൻ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി വളരെ ചുരുക്കി പറയുന്നു എന്ന് മാത്രമാണ്. ഇഷ്ടികയിൽ എഴുതി വെച്ചേക്കുന്നത്, അതും റെക്കഗ്നൈസ്ഡ് യൂണിയന്റെ പേരിൽ 2 മാസത്തെ ഡങ്കറി ക്ലോത്ത് ഒരുമിച്ച് അനുവദിച്ചു തന്ന സീനിയർ ഡിക്ക് ഞാൻ ആ റെക്കഗ്നൈസ്ഡ് യൂണിയന്റെ പേര് പറയുന്നു. ഡങ്കറി ക്ലോത്ത് മാത്രമല്ല, സോപ്പും കൂടെ ഒരുമിച്ച് അനുവദിച്ചു തന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അതൊരു പോസ്റ്റർ പോലെ എഴുതി വെക്കാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് അവർ ഇഷ്ടിക കൊണ്ടാണ് അത് എഴുതി വെച്ചത്. അതായിരുന്നു അന്നത്തെ ട്രേഡ് യൂണിയൻ സാഹചര്യം. അപ്പൊ ഈ അനിയന്ത്രിതമായ ജോലി സമയത്തിനെതിരെ പ്രതിഷേധിക്കുക, പോരാടുക എന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നമായി. അന്നത്തെ ഏറ്റവും വലിയ ഒരു മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ലോഡ്ജിൽ ഒരുമിച്ച് താമസിക്കാൻ പറ്റി. അശോക ലോഡ്ജ് എന്നാണ് അതിന്റെ പേര്. ആ ഒരുമിച്ച് താമസിക്കുകയും ആർക്കും മടിയിൽ കനമില്ല, ശമ്പളം വളരെ കുറവാണ്. ശമ്പളം വളരെ കുറവും ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുമ്പോൾ ഒരു മോബ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനായിട്ട് ഒരുമിച്ച് നിന്ന് എന്ത് ഗുണ്ടായുസം കാണിക്കാനുമായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു മോബിന്റെ രീതിയിലായിരുന്നു അറ്റാക്ക്. ക്രൂ ബുക്കിങ്ങിൽ ഒരാൾക്ക് ലീവ് കിട്ടിയില്ലെങ്കിൽ എല്ലാവരും കൂടി കിടി എരച്ചു പൊളിച്ച് ചെല്ലുക, CCRCയുടെ വാതിലിൽ ചവിട്ടുക. അത് ഫ്ലഷ് ഡോറാണ്, ചവിട്ടിയാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അതിന് ചവിട്ടുക. നിസ്സാര പ്രശ്നങ്ങൾക്ക് ഒരു പ്രവർത്തകന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ എല്ലാവരും കൂടെ ഒരുമിച്ച് തടിച്ചുകൂടുക, ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുക. ഇതൊക്കെ അന്നത്തെ കാലഘട്ടങ്ങൾ. അതിലൊക്കെ ബെന്നി വർഗീസ് ഈ കാലഘട്ടങ്ങളിലൊക്കെ അതിന് മുമ്പിൽ നിന്നിട്ടുണ്ട്. റെസ്റ്റ് ക്ലെയിം ചെയ്തിട്ടുള്ളത് ധൈര്യം കൊണ്ട് മാത്രമല്ല. ചിലർ ധൈര്യം കൊണ്ട് ചെയ്തിട്ടുണ്ട്, ചിലർ ഇതിൽ നിന്ന് ഒന്ന് മുക്തി നേടുന്നവർ അതിനു വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ധൈര്യത്തോടു കൂടി മാത്രമല്ല, ചിലർ സംഘടന പറഞ്ഞതുകൊണ്ട് ചെയ്തു. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെയാണ്. ചിലർ സംഘടന പറഞ്ഞതുകൊണ്ട് സമരം ചെയ്യും, ചിലർ ധൈര്യത്തോടു കൂടി ചെയ്യും, ചിലര് തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് സമരം ചെയ്യും. അങ്ങനെ നിരവധി പേരുടെ ഒരു പ്രക്ഷോഭങ്ങളുടെ ഒക്കെ ഫലമായിട്ടാണ് നമുക്ക് ഇന്നുള്ള ഈ ഒരു സാമൂഹ്യ സ്ഥിതിയും പുരോഗതിയും ഒക്കെ കൈവന്നിട്ടുള്ളത്. ബെന്നി ജോർജ് ഒരു കാലത്തും ഒരു നേതാവായിരുന്നിട്ടില്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. നേതാക്കൾ കൊണ്ട് മാത്രമാണ് ഒരു സംഘടന വളർന്നത് എന്ന് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഭയത്തോടുകൂടി സമരത്തിൽ പങ്കെടുക്കുന്നവര്, സംഘടന പറഞ്ഞതുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കുന്നവർ, ഉറക്ക മുദ്രാവാക്യം വിളിക്കുന്നവർ, അണികളെ ആവേശം കൊള്ളിച്ച് പ്രസംഗിക്കുന്നവർ, മനോഹരമായി എഴുതുന്നവർ, ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് നമ്മുടെ സംഘടന മുമ്പോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംഘടന പറഞ്ഞ സമരങ്ങൾക്ക് അണിനിന്നുകൊണ്ടും ഒക്കെ ശിക്ഷാവിധികളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സഖാവാണ് ബെന്നി കെ വർഗീസ്. റെസ്റ്റ് ക്ലെയിം ചെയ്തതിന് പണിഷ്മെന്റ് വാങ്ങിച്ചിട്ടുണ്ട്. COM ലിങ്കിന്റെ സമരത്തിൽ പങ്കെടുത്തതിന് പണിഷ്മെന്റ് വാങ്ങിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ബ്രീത്തലൈസറിനെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ LP ഗുഡ്സ് ആയിരിക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവും, ബ്രേക്ക് പവർ ഇഷ്യൂസ്, അതുപോലെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊക്കെ ശിക്ഷാവിധികൾ ഏറ്റുവാങ്ങുകയും ഞങ്ങളോടൊപ്പം തന്നെ സംഘടനയെ മുന്നോട്ട് നയിക്കാനും സംഘടന വളർത്താനും ഒക്കെ വളരെയധികം സഹായിച്ചിട്ടുള്ളതും ആവേശമായിട്ട് നമ്മളോടൊപ്പം നിന്നിട്ടുള്ള ഒരാളാണ് ബെന്നി കെ വർഗീസ്. അതിനൊക്കെ തന്നെ സംഘടനയുടെ പേരിൽ ഒരു പ്രാവശ്യം കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലും ഇനി വരാനിരിക്കുന്ന പ്രക്ഷോഭങ്ങളിലും ഒക്കെ ബെന്നി കെ ജോർജ് ഒരുമിച്ചുണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ബെന്നി കെ ജോർജ് ഇപ്പോൾ ബെന്നി കെ വർഗീസ് പാസ്പോർട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പാസ്പോർട്ട് എടുത്തിട്ടുള്ളതും ഈ വിദേശ രാജ്യങ്ങളൊക്കെ കാണാൻ പോകുന്നത് അത് കൊതികൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾ ആരും ധരിക്കുന്നത്. അതിന് വേറൊരു കാരണം കൂടി, ഈ ലോക്കോ പൈലറ്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു കാരണമുണ്ട്. ലോക്കോ പൈലറ്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പോകുന്ന വഴികളിലൊക്കെ പുഴകളും കാടുകളും മലകളും ഒക്കെ ഉണ്ടാവും, വളരെ മനോഹരമായിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ അതൊരു ഒട്ടും മനോഹാരിത തോന്നാറില്ല. അതാണൊരു വലിയ സത്യം. ആ വാളയാറ് കഞ്ചിക്കോട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാളയാർ അങ്ങോട്ട് വലത്തേക്ക് കയറി പോകുമ്പോൾ വെളുപ്പിന് പോകുമ്പോഴത്തേക്കും വലത്തുവശത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്നത് വളരെ മനോഹരമാണ്. എന്താ പറയുന്നത്, നമ്മുടെ P. ഭാസ്കരന്റെ വരികൾ പറയുകയാണെങ്കിൽ, കിഴക്ക് ദിക്കിലെ ചന്തങ്ങിൽ കരിക്ക് പൊന്തിയ നേരത്ത് മുരുക്കും പൂവേ നിങ്ങളുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്. സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തേക്കും അതിനെ വർണ്ണിക്കാനായിട്ട് P. ഭാസ്കരൻ പറഞ്ഞത് അതിമനോഹരമായിട്ടുള്ള വരികളാണ്. പക്ഷെ നമ്മൾ ലോക്കോ പൈലറ്റുമാർക്ക് ഈ സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തേക്കും ആ സൂര്യന്റെ വെളിച്ചം കണ്ണിൽ തട്ടി ആ
ചുമന്ന വെളിച്ചം കണ്ണിൽ തട്ടി അടുത്ത സിഗ്നലുകളോ ട്രാക്കോ കാണാതെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ സൂര്യനെ വരവേൽക്കുന്നത് ഒരു തെറിയോടുകൂടിയാണ്. അപ്പൊ ഇതാണൊരു ഇത്. അതുകൊണ്ട് തന്നെ ആ കണ്ട കാഴ്ചകൾ വീണ്ടും കാണാനായിട്ട് നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. പിന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം പല കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുക. അതൊരു പ്രശ്നമാണ്. കൂടുതൽ സമയം ഒരുമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മളെ കാണുമ്പോൾ ഞാൻ തന്നെ ഉദാഹരണത്തിന് വീട്ടിലെ മുകളിലത്തെ മുറിയിലേക്ക് പോകുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ എവിടെയാണെന്ന് വിളിച്ചു ചോദിക്കാറുണ്ട്. എന്നെ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ലോക്കോ പൈലറ്റ് ആയിട്ട് പുറത്തേക്ക് എവിടെയാണെന്ന് ചോദിക്കും. ഉടനെ ഞാൻ മുകളിലുണ്ടെന്ന് പറയും. തിരിച്ച് താഴെ വന്ന് നമ്മൾ താഴെ അവിടുത്തെ വാഷ്റൂമിൽ ഒരു 5 മിനിറ്റിൽ കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വാതിലിൽ വന്ന് മുട്ടും. എനിക്ക് തോന്നുകയാണ് എന്റെ സ്വാതന്ത്ര്യം മുഴുവൻ ഇങ്ങനെ നഷ്ടപ്പെട്ട് വരിഞ്ഞു നോക്കിയേക്കാണ്. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോയേക്കാന്ന് വിചാരിച്ചു. കഴിഞ്ഞ നവംബർ 23-ാം തീയതി യാത്ര തുടങ്ങിയതാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പരസ്പരം കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാതിരിക്കാനും നമ്മൾ 2 സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണെന്ന് തോന്നാതിരിക്കാനും ഒക്കെ തന്നെ യാത്രകൾ വളരെ ഉപകാരപ്പെടും. യാത്രകൾ തീർച്ചയായിട്ടും ചെയ്യണം. ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത്. ബെന്നി കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് ഞങ്ങളുടെ ബാച്ച്മേറ്റ്സിനോട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് കുറവായിരുന്നു. എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനൊരു പരാതിയും കൂടി ഉണ്ട് ഞങ്ങൾക്ക്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ട്രേഡിംഗ് ഒക്കെ നടത്തണമെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. രാവിലെ 9 മണിക്ക് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കണം, വൈകുന്നേരം 3 മണി വരെയൊക്കെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ബാച്ച്മേറ്റ്സും മറ്റ് റെയിൽവേ തൊഴിലാളികളും ഒക്കെ ആയിട്ടുള്ള ഒരു സഹകരണം ഇനിയും ഉണ്ടാവണം. നമ്മളിപ്പോൾ ജോസഫ് ഏട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, പെൻഷൻ സെല്ലിൻ്റെ കാര്യം. ഈ പെൻഷൻ സെല്ലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിലവിലുള്ള നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. നിലവിലുള്ള നിയമങ്ങൾ എവിടെയാണോ ലംഘിക്കപ്പെടുന്നത് ആ ലംഘിക്കപ്പെടുന്ന നിയമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതുവരെ നിലവിലുണ്ടായിരുന്നത് 1993 പെൻഷൻ റൂളും റെയിൽവേ സർവീസ് പെൻഷൻ റൂളും റെയിൽവേ സർവീസിന്റെ എക്സ്ട്രാ ഓർഡിനറി പെൻഷൻ റൂളാണ്. അതിലിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് 2026 ജനുവരി 8-ാം തീയതി മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ആ മാറ്റപ്രകാരം അതിൽ മൊത്തമായി 2 പുസ്തകം അപ്പുറം ഇപ്പുറം എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് വായിച്ചപ്പോൾ ഞാൻ അതിന് വളരെ ചുരുക്കം മാത്രം വരണം, സമയം ചെലവഴിക്കാൻ ചെയ്യുന്നില്ല. നമ്മളെ വൈകിക്കാനുള്ള എല്ലാ വകുപ്പുകളും അതിലുണ്ട്. അതിലെല്ലാത്തിലും എഴുതിയിട്ടുണ്ട് സബ്ജക്റ്റ് എലിജിബിലിറ്റി, സബ്ജക്റ്റ് കണ്ടീഷൻസ്, ഇങ്ങനെയൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലി പെൻഷൻ അനുവദിക്കുക, വിഡോവ്ഡ് ഡോട്ടറിന് ഫാമിലി പെൻഷൻ അനുവദിക്കുക. അച്ഛൻ മരിച്ചു, അത് റെയിൽവേ പെൻഷനറായിട്ടുള്ള അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സാധാരണഗതിയിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ബാങ്കിൽ നിന്ന് പെൻഷൻ കിട്ടും. വളരെ നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി മുതൽ അതിന് വളരെയധികം സ്ക്രൂട്ടിനികൾ, പരിശോധനകളൊക്കെ വരും. ആ പരിശോധനകൾ കൊണ്ട് വൈകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഈ പരിശോധനയുടെ അനന്തര ഫലമായിട്ട് ചിലപ്പോൾ നിഷേധിക്കാനും സാധ്യതയുണ്ട്. വിഡോവ്ഡ് ഡോട്ടർക്ക് പെൻഷൻ, അതുപോലെ തന്നെ നമുക്ക് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള പെൻഷൻ, ഇതിലൊക്കെ കനത്ത പരിശോധനകളൊക്കെ നടത്താനുള്ള വ്യവസ്ഥകൾ പുതിയ പെൻഷൻ റൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നിലവിലിരിക്കുന്ന നിയമങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കാൻ പറ്റില്ല. നിലവിൽ ഇവർ മാറ്റിയ പെൻഷൻ സമ്പ്രദായത്തെക്കുറിച്ചും ഏറ്റവും അവസാനമായിട്ട് പാർലമെന്റിൽ ഒരു പെൻഷൻ വാലിഡേഷൻ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 2026 ജനുവരി 1-ാം തീയതി മുതൽ നമുക്ക് 8ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പുള്ള പെൻഷൻകാർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കാത്ത രീതിയിലാണ് ഈ പുതിയ പെൻഷൻ വാലിഡേഷൻ. ഇതിനൊക്കെതിരെ പ്രക്ഷോഭം നടത്തേണ്ട ഒരു ബാധ്യത നമ്മൾക്കുണ്ട്. ഇതിനുള്ള നമുക്ക് ആകെയുള്ളൊരു അവസാന സ്ഥാനം എന്ന് പറഞ്ഞാൽ അങ്ങ് ഡൽഹിയിൽ ജന്തർ മന്ദറാണ്. അവിടെ പോയി നമ്മൾ ധർണയിരിക്കേണ്ടി വരും. ധാരാളം ആളുകൾ അവിടെ ധർണയിരിക്കുന്നുണ്ട്. പറഞ്ഞിട്ടുള്ള മിലിറ്ററി പെൻഷൻ, 1 റാങ്ക് 1 പെൻഷൻ, ഇതുപോലുള്ള കാര്യത്തിലൊക്കെ നിരവധി ആളുകൾ അവിടെ 2-2.5 വർഷക്കാലത്തോളം ഒക്കെ ധർണ ഇരുന്നതിന് ശേഷം ഒക്കെയാണ് ആ കാര്യത്തിലൊക്കെ ഒരു പുരോഗതി ഉണ്ടാകുകയും 1 റാങ്ക് പെൻഷനൊക്കെ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിലവിൽ നിയമങ്ങൾ മാറി വരികയാണ്. ആ മാറി വരുന്ന നിയമങ്ങൾക്കെതിരെ നമുക്ക് പ്രതികൂലമായ രീതിയിൽ മാറി വരുന്ന നിയമങ്ങൾക്കെതിരെയൊക്കെ പോരാടാനും അതിനെതിരെ ശക്തമായിട്ട് പ്രക്ഷോഭങ്ങൾ ഉയർത്താനും ശബ്ദിക്കാനുമുള്ള ബാധ്യത എന്നെ പോലെ തന്നെ
എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ബെന്നിക്കുമുണ്ട്. തീർച്ചയായിട്ടും ഈ പെൻഷൻ സെല്ലിൻ്റെ പ്രവർത്തനത്തിലും അതോടൊപ്പം തന്നെ സർവീസിലിരിക്കുന്ന തൊഴിലാളികളുടെ പ്രക്ഷോഭ പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കെടുക്കാനുള്ള ഒരു സന്മനസ് കൂടി കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും ഒരു ആശംസകൾ നടന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഈശ്വരൻ. അപ്പോൾ ഒരു 30 കൊല്ലം മുമ്പ് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഒരു ഡീസൽ അസിസ്റ്റന്റ് ആണ് വരുന്നത് എന്നറിഞ്ഞു. ഡീസൽ അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ ചോദിച്ചു, എന്താ ജോലി എന്ന് പറഞ്ഞ്. ഡീസൽ അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താ ജോലി? അപ്പോൾ ഒന്ന് ചിരിച്ചു. അപ്പോ ഒന്ന് ആക്കി ചിരിച്ചോലെ എനിക്ക് തോന്നി. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അതൊരു ആക്കിച്ചിരിയല്ല, അതിലെന്തൊക്കെയോ ഉണ്ട്, നിഗൂഢതകളുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എന്താ പറയാ ലോക്കോ പൈലറ്റ്, അപ്പേരാതിരിക്കുമ്പോ ലോക്കോ പൈലറ്റ്. ഈ ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും എല്ലാവരും പൈലറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ലോക്കോ പൈലറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും അതെന്താ ട്രെയിൻ ഓടിക്കുന്ന ആളാണ്. അപ്പൊ അവരുടെയൊക്കെ മുഖത്തിടുന്നൊരു അത്ഭുതം ഉണ്ടല്ലോ. അത് കുഞ്ഞിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ ജോലിക്ക് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ഞാൻ ആ ഓൺ ഷിഫ്റ്റിന് കയറിയ രാവിലെ 6 മണിക്ക് ഷിഫ്റ്റിന് കയറണം. ഓൺ ഷിഫ്റ്റിന് കയറിയ പിന്നെ 4 മണിക്ക് ഇറങ്ങാമെന്നുള്ളതൊക്കെ ചുമ്മാ പറയുന്നതാണ്. നമ്മളെന്തായാലും ഒരു 10 മണി 11 മണി വരെ വർക്ക് ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, രാവിലെ ഇപ്പൊ 11 മണിക്ക് വന്നിട്ട് ഇനിയിപ്പോ രാവിലെ 6 മണിക്ക് എണീക്കണമല്ലോ ഇങ്ങനെ ആലോചിക്കും. അതുപോലെ തന്നെ ശനി ഞായറൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് എൻ്റെ അപ്പ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താ പറയുക, ഞാനിപ്പോ ഒരു 2 വർഷം ഞാൻ ആ ജോലി ചെയ്യുന്നുള്ളൂ. എനിക്ക് ആ കയറിയപ്പോഴേ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എന്നെ അലട്ടി തുടങ്ങി. അപ്പോൾ ഒരു 37 വർഷമായിട്ട് അപ്പ ഡെയിലി ബേസിസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതാണ് ആലോചിക്കുമ്പോൾ ഞാൻ അന്നാണ് എനിക്ക് ആ ഒരു ജോലിയുടെ ഒരു ബുദ്ധിമുട്ടാണ് ഹിറ്റ് ചെയ്തത്. അപ്പോൾ എന്താ പറയുക, കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് ലിറ്ററലി ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി തീർക്കുമായിരുന്നു. അപ്പൊ റിട്ടയർ ആവുന്നവരുടെ ഡേറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ സന്തോഷത്തെക്കാൾ കൂടുതൽ ഒരു ആശ്വാസമാണ് ആക്ച്വലി മനസ്സിൽ തോന്നുന്നത്. അതൊരു കാര്യം പറയട്ടെ, ഒരാൾ പറഞ്ഞു അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ DA പ്രൊഡിക്ട് ചെയ്ത് അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ കൂടി പ്രഖ്യാപിച്ച് വാങ്ങിത്തരണമെന്ന്